സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇവിടെ വയനാടിൻ്റെ സ്വന്തം ഹീറോ ആണുള്ളത്. അപ്പോൾ അധികം ഇൻട്രൊഡക്ഷൻസിനൊന്നും ആവശ്യമില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നവരെ നോക്കി എനിക്ക് മനസ്സിലാവും ബേസിലിനെ പറ്റി വിക്കിപീഡിയയിൽ ഇപ്പം എന്തുമാത്രം ഉണ്ടോ അതിനേക്കാളും കൂടുതൽ വ്യക്തതയോടെയും കൃത്യതയോടെയും ബേസിലിനെ പറ്റി എഴുതാൻ കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. നമുക്ക് വയനാടിൻ്റെ ഈ സ്വന്തം ഹീറോയെ ഇന്നത്തെ ഈ സംഭാഷണത്തിൻ്റെ ചട്ടക്കൂടിന് ഉള്ളിൽ നിന്നുകൊണ്ട് പരിചയപ്പെടാൻ ശ്രമിക്കാം. നാട്, നാട്ടുകാര്, സിനിമ. അപ്പം ഞാൻ നാട് എന്നതിൽ തന്നെ തുടങ്ങാം. ബേസിൽ ഇന്നിവിടെ വന്നതിൽ വളരെ സന്തോഷം. ബേസിലിനെ എതിരേറ്റ ആ ഒരു ആരവം തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. ഈ നാടിൻ്റെ സ്വന്തം ഹീറോ ആണ് ബേസിൽ. അപ്പം ഈ നാട് എന്നുള്ളത് ബേസിൽ എങ്ങനെയാണ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്? ആ നാട് എങ്ങനെയാണ് ബേസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എഴുത്തുകാരൻ, സംവിധായകൻ, നടൻ എന്ന നിലയിൽ പുറത്തു വരുന്നത് എന്നുള്ളത് ബേസിലിൻ്റെതായ രീതിയിൽ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ഒരു വയനാട്ടുകാരനായിട്ട് ഈ വയനാടിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വയനാട്ടുകാരുടെ മുമ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ ദ്വാരക ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പ് സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ പരിപാടികൾക്കൊക്കെ ആയിട്ട് ഈ സ്റ്റേജിലുമൊക്കെ ആയിട്ട് വന്ന് പ്രോഗ്രാംസിനൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു വേദിയിൽ ഇതുപോലൊരു ഇവൻറ്റിന് ഇവിടെ വരാൻ സാധിച്ചതിൽ വീണ്ടും അതിയായ സന്തോഷമുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. വയനാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പുറത്തേക്ക് എത്താനുള്ള ഒരു എക്സ്പോഷറോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമോ നമുക്ക് കിട്ടാറില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന കലാ, കായിക, സിനിമ, അങ്ങനെയുള്ള സാഹിത്യ മേഖലകളിലൊക്കെ വയനാടെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ബാക്ക്വേർഡ് സമൂഹമായിട്ടാണ് നമ്മളെപ്പോഴും കണക്കാക്കപ്പെടുന്നത്. നമ്മളൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ കാണാറില്ല. വയനാടിന് സിനിമ ഷൂട്ട് ചെയ്ത സിനിമ ഫ്ലോപ്പാവും, രാശിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കരമായിട്ടുള്ള മിത്തുകളൊക്കെ സിനിമാ മേഖലയിൽ തന്നെ ഉണ്ട്. അത് എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. ബേസിക്കലി ഇവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും അതിൻ്റെ ലോജിസ്റ്റിക്സ് ഇഷ്യൂ ഒക്കെ കാരണമാണ് അവരങ്ങനെ പറഞ്ഞ് അതിന് എഴുതി തള്ളിയിരുന്നത്. അപ്പോൾ ചെറുപ്പം മുതൽ ഈ പറയുന്ന പോലെ വയനാടുകാരനായതുകൊണ്ട് എപ്പോഴും ഒരു മാറ്റി നിർത്തൽ, അല്ലെങ്കിൽ മാറ്റി നിർത്തലല്ല, ഒരു ബാക്ക്വേർഡ്. അതെ. ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും തിരുവനന്തപുരത്ത് പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും അവരെന്നെ വയനാട് എന്ന് പറയുമ്പോൾ ആ വള്ളിയിൽ നിന്ന് ചാടിപ്പോകുന്ന ആളെന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കളിയാക്കുമായിരുന്നു. ഈ പറയുന്ന പോലെ നിങ്ങൾ പച്ചക്കറി മേടിക്കാനൊക്കെ ഇവിടെ നിന്ന് വള്ളി കയറി നിന്നിട്ട് ചാടിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അവരതിനെ കാണുന്നത് വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ വയനാടിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. വയനാടിൻ്റെ അന്നേരം നമ്മൾക്ക് അതൊരു വിഷമമായിട്ട് തോന്നുമായിരുന്നു. ഈ പറയുന്ന പോലെ അയ്യോ ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്, അല്ലെങ്കിൽ അതിനൊരു തമാശയായിട്ടൊക്കെ കണക്കാക്കപ്പെടുമായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ കരിയറിലെ ഒരു പ്രധാന പോയിന്റിലേക്ക് എത്തുമ്പോൾ വയനാട്ടുകാരൻ എന്നുള്ള ഐഡൻറ്റിറ്റിയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് ആക്ച്വലി. അതായത് ഇപ്പം ഞാൻ പിന്നീട് ഒരു സിനിമകളിലും എക്സ്പോഷർ, ഇപ്പോൾ വേൾഡ് സിനിമ കാണുക, അല്ലെങ്കിൽ പല രീതിയിലുള്ള ജോണർ സിനിമകൾ കാണുക എന്നൊക്കെ പറയുമ്പോഴും അത്തരത്തിലുള്ള സിനിമകളെ ഏറ്റവും റൂട്ടഡായിട്ടും ഗ്രൗണ്ടഡായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേറൊരു തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ അപ്പീലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മിന്നൽ മുരളി പോലത്തെ ഒരു സിനിമ, ഒരു സൂപ്പർ ഹീറോ സിനിമയെ വയനാട് പോലത്തെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യുകയും അതുപോലത്തെ ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയിലുള്ള ഒരു കഥയായിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തും അതിനൊരു വിസിബിലിറ്റി കിട്ടിയത് ഈ പറയുന്ന അതിൻ്റെ ആ ഒരു റൂട്ടഡ്നെസ് ആണ്. ഈ പറയുന്ന അതിൻ്റെ ഒരു ഗ്രൗണ്ടഡായിട്ട് അതിന് ഉള്ളൊരു അപ്പീലാണ്. തീർച്ചയായിട്ടും അത് വയനാട്ടുകാരെന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പും ഞാൻ വന്നിട്ടുള്ള സാഹചര്യങ്ങളും കണ്ടു വളർന്നിട്ടുള്ള നാട്ടുകാരും ഒക്കെ തന്നെയാണ് എന്നെ അങ്ങനെ ഒരു സിനിമയിലേക്ക്, അങ്ങനെ ഒരു സെറ്റിങ്ങിലേക്ക് ആ സിനിമേനെ പ്ലേസ് ചെയ്യാനും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ആ ഒരു അത്രയും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, അത്രയും റൂട്ടഡ് ആയിട്ടുള്ള ഒരു അപ്ബ്രിങ്ങിങ്ങും ഈ പറയുന്ന അതുപോലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും ഇവിടെ കണ്ടിട്ടുള്ള കാഴ്ചകളും പ്രകൃതി ഭംഗിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത്
എല്ലാ സിനിമകളിലും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുമുണ്ട്. കുഞ്ഞിരാമായണത്തിലാണെങ്കിലും ഉണ്ട്, ഗോദ എന്ന് പറയുന്ന സിനിമയിലാണ് ഉണ്ട്, മിന്നൽ മുരളിയിലും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും അഭിമാനത്തോടെ വയനാടുകാരൻ തന്നെയാണ് എവിടെയും സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. മുമ്പ് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം ഞാൻ അതിൽ അഭിമാനിക്കുന്നു. വയനാട്ടുകാർക്ക് സന്തോഷിക്കാനുള്ളതെല്ലാം ആദ്യം തന്നെ ബേസിൽ തന്നിട്ടുണ്ട്. പക്ഷെ മിന്നൽ മുരളി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. എല്ലാ സിനിമകളിലും ആനുകാലികമായിട്ട് ഒരു അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള ശ്രമം ബേസിലിൻ്റെ അഭിനയത്തിലും കഥാപാത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. ചെറിയൊരു ഉദാഹരണം, മിന്നൽ മുരളിയിൽ ഒരു ചെറിയ പയ്യനാണ്. അതായത് പുറം ലോകത്തെ പറ്റിയും വിജ്ഞാന സമ്പാദനത്തിൻ്റെ ഏറ്റവും പുതിയ വഴികളും അറിയാവുന്ന ഒരു ചെറിയ കുട്ടിയാണ് അതിൽ ഏറ്റവും വലിയൊരു സംഭാവന നൽകുന്നതായിട്ടുള്ളത്. ഇത് ഈ ന്യൂ ജനറേഷൻ ജെൻസി എന്ന് പറയുന്ന ആൾക്കാരെ അടയാളപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താറുണ്ടോ? തീർച്ചയായും. ഈ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കമേഴ്ഷ്യൽ മീഡിയം തന്നെയാണ്. അത് നമ്മൾ ഓഡിയൻസിനെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എടുക്കുന്ന സിനിമ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഈ 30കളിൽ ഞാൻ എടുക്കുന്ന സിനിമ ആദ്യ ദിവസം കാണാൻ വരുന്നത് ഈ പറയുന്ന ജെൻസി ഓഡിയൻസ് ആണ്. ഒരു 15നും 25നും ഇടയിലുള്ള ഓഡിയൻസാണ് എൻ്റെ ഫസ്റ്റ് ഡേ എൻ്റെ സിനിമയെ കാണാൻ വരുന്ന ആളുകൾ. ഇതേ ആളുകൾ തന്നെയായിരിക്കും ഞാൻ 50ാമത്തെ വയസ്സിലെടുക്കുമ്പോഴും 70ാമത്തെ വയസ്സിൽ ഞാൻ സിനിമ എടുക്കുമ്പോഴും ഞാൻ 80ാമത്തെ വയസ്സിൽ ഞാൻ സിനിമ എടുക്കുമ്പോഴും അന്നത്തെയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സിനിമ കാണാൻ വേണ്ടി വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ 15നും 25നും അല്ലെങ്കിൽ 30നും ഇടയിലുള്ള ഈ പറയുന്ന ഓഡിയൻസ് തന്നെയാണ്. അപ്പോൾ അവർ വളർന്ന് വലുതായാലും എൻ്റെ ഓഡിയൻസിൻ്റെ ഏജ് ഗ്രൂപ്പ് സെയിം തന്നെയാണ്. ഈ പറയുന്ന ഫസ്റ്റ് ഡേ കാണാൻ വരുന്നത് ആ സിനിമയുടെ കമേഴ്ഷ്യൽ വിജയത്തെ നിശ്ചയിക്കുന്നത് ആ ഓഡിയൻസാണ്. പിന്നീടുള്ള ആഴ്ചകളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫാമിലി കുറച്ചുകൂടെ പ്രായമുള്ള ഓഡിയൻസൊക്കെ തിയേറ്ററിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദിവസം ക്രൗഡിനെ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കമേഴ്ഷ്യലി ആ സിനിമയുടെ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ അപ്പീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എത്ര വയസ്സായാലും, ഇപ്പോൾ 50 വയസ്സായാലും 60 വയസ്സായാലും 80 വയസ്സായാലും 90 വയസ്സായാലും സിനിമ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഓഡിയൻസിനെ കാറ്റർ ചെയ്യപ്പെടേണ്ടത് എൻ്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ സിനിമയുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസേഴ്സിൻ്റെയോ എന്നെ വിശ്വസിച്ച് കാശ് മുടക്കുന്ന നിർമ്മാതാവിൻ്റെയോ അഭിനേതാവിൻ്റെയോ ഒക്കെ ആവശ്യമാണ്. തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സിനിമയുടെ ടെക്നിക്കാലിറ്റീസ്, സ്റ്റൈല്, അതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് രീതികൾ, അതിലെ ക്യാരക്ടേഴ്സ്, അവരുടെ മാനറിസംസ് എല്ലാം പുതിയൊരു തലമുറയായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചെറിയ കുട്ടി എപ്പോഴും വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു 60കാരൻ്റെയോ 70കാരനോ ആയിരിക്കും ചിലപ്പോൾ ആ സിനിമയുടെ പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ പോലും എവിടേക്കോ ഒരു കണക്ഷൻ ഈ പറയുന്ന സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലിലോ അതിൻ്റെ അത് മുന്നോട്ട് വെക്കുന്ന രീതികളിലൊക്കെ അത് ഡെഫിനറ്റ്ലി ആ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ അതെ, അതിനോട് ബന്ധിച്ച് ചോദിക്കട്ടെ, ഈ 30കളിലോട് റിലേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ചൊരു ഹോംവർക്ക് ആവശ്യം വരില്ല. ഇല്ല. പക്ഷേ ഈ 15 തൊട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടീനേജേഴ്സിനോട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും രീതിയിൽ പ്രത്യേകമായിട്ടൊരു ശ്രമം നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത ഒരു ട്രെയിലറിൽ കണ്ടു, കള്ളുകുടി ചീട്ടുകളി എന്ന് പറയുന്നത് പോലെ ഒരു ഗെറ്റ് ടുഗദറിൻ്റെ ഒരു പുരുഷ കൂട്ടുകെട്ടിൻ്റെ ഫോർമാറ്റാണത്. അപ്പോൾ ആ ഫോർമാറ്റ് ചില നാടുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിനെ പല രീതി വിമർശിക്കാമെങ്കിലും, പക്ഷെ അതുപോലെ ഈ 15കാരുടെ പെൺകുട്ടിയായാലും ആൺകുട്ടികളായാലും അവരുടെ മനസ്സിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ മെനഞ്ഞെടുക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ, അതായത് ബന്ധുക്കളായിട്ടോ അല്ലെ കൂട്ടുകാരെ, എങ്ങനെയാണ് അത് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ അത്തരത്തിലുള്ള ഏജ് ഗ്രൂപ്പായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ മനസ്സിപ്പോഴും 15-20 തന്നെയാണ് പ്രായം. അതിലാർക്കും സംശയമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഇച്ചിരി മസിലൊക്കെ പിടിച്ച് സംസാരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഇത്ര സീരിയസ് മസിൽ പിടിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഞാൻ ബേസിക്കലി കുറച്ച് മനസ്സുകൊണ്ട് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനിമയുടെ സീരിയസ്നെസ്സും മെച്യൂരിറ്റിയും സിനിമയിലുണ്ടാവണം, പക്ഷെ നമ്മൾ അതുകൊണ്ട് മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നാറില്ല. ചെറിയ കുട്ടികളുടെ മനസ്സുകൊണ്ട് ചെറിയ കുട്ടികളുടെ ഇപ്പോഴത്തെ വിനോദ ഉപാധികളിലെല്ലാം ഏർപ്പെടാറുണ്ടോ? ഗെയിംസ്, പുതിയ ഗെയിംസ് എന്താണ്, അങ്ങനെയൊക്കെ അപ്ഡേറ്റഡ് ആവാറുണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ഞാൻ ഗെയിം കളിക്കാറുണ്ട്, ഈ പറയുന്ന ബോർഡ് ഗെയിംസ് കളിക്കാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ട്. അതൊക്കെ പിന്നെ എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ഇപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനാണെങ്കിലും ഇപ്പോൾ എൻ്റെ വയസ്സിലുള്ള ആൾക്കാരുണ്ടാവും, കുറച്ചുകൂടെ മൂത്ത ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടാവും,
പക്ഷെ ഞാനെപ്പോഴും ഈ പറയുന്ന കൊച്ചു പിള്ളേരുടെ കൂടെ ആയിരിക്കും. ഒരു വൈബ് കിട്ടാൻ വേണ്ടി അല്ലേ? അതെ. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന തായ്ക്കോണ്ടോ 8 വയസ്സുള്ള കുട്ടിയായിട്ട് അവളപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. ഈ പറയുന്ന പോലെ ഞാൻ അവളുടെ ചെരുപ്പൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രസത്തിന് ഇവിടെ വന്നിരിക്കും, അവളുടെ ചെരുപ്പ് എടുത്തെറിയും, അവൾ പോയി എടുത്തുകൊണ്ട് വരും. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അവളിപ്പോഴും സാന്റാക്ലോസ് ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന. ഇപ്പോഴും രാത്രി സാന്റാക്ലോസ് ഗിഫ്റ്റുമായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന അത്ര നിഷ്കളങ്കയായിട്ടുള്ളൊരു കുട്ടിയാണ്. സാന്റാക്ലോസ് ഗിഫ്റ്റുമായിട്ട് വരും. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ സാന്റാക്ലോസ് ആ വർഷം ഗിഫ്റ്റ് തരില്ല. അപ്പോൾ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ നോട്ടി ആയിട്ടിരുന്നപ്പോൾ ഗിഫ്റ്റ് തരാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിസ്മസിന് സാന്റാക്ലോസ് ഗിഫ്റ്റ് തരാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർക്കുന്നു, 1 വർഷം അങ്ങനെ തരാതിരുന്നിട്ടുണ്ട്. അതെന്ത് പറ്റി? അത് ആ വർഷം ഞാൻ ഇതുപോലെ കുറച്ച് തെറ്റുകൾ ചെയ്തു. അപ്പോൾ സാന്റാക്ലോസ് വിചാരിച്ചു എനിക്ക് ഗിഫ്റ്റ് തരണ്ട. അപ്പോൾ അവൾ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത്? ഒരു 3 എണ്ണം പറ. 3 എണ്ണം പറയണോ? ഈശ്വര. ഓക്കെ, ഇതുപോലെ ഞാൻ ചെരുപ്പെടുത്ത് വലിച്ചെറിഞ്ഞു. ഓ, അത് ഞാൻ തോട്ടിലേക്ക് എറിഞ്ഞത്, അപ്പോൾ ആ ചെരുപ്പ് കിട്ടിയില്ല. ഓ, ദാറ്റ്സ് ബാഡ്. പിന്നെ 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 ഇതുപോലെ ഉപദ്രവിക്കും. ഇങ്ങനെ നിലത്ത് നൂല് വരിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നൂലിങ്ങനെ പൊക്കുമ്പോൾ മൂക്കും കുത്തി വീഴും. അങ്ങനെ അമ്മേനെയൊക്കെ വീഴ്ത്തി. അപ്പം അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു. ഓ, അപ്പോൾ പിന്നെ എന്തായാലും സാന്റാക്ലോസ് തിരിച്ച്. അപ്പോൾ അവൾ ഭയങ്കര സീരിയസ് ആയി. അപ്പോൾ അവൾ ഭയങ്കര ഡീപ്പായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്കിളിൻ്റെ ചൈൽഡ്ഹുഡാണ് അങ്കിളിനെ ഇങ്ങനെയാക്കി മാറ്റിയത് എന്ന്. ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള ഇതുപോലത്തെ ഇൻസിഡൻസ് ആണ്. സോ ഇറ്റ്സ് ഓൾ ബേസിക്കലി ബിക്കോസ് ഓഫ് യുവർ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ, ഓ യാ, ഞാൻ ഭയങ്കര തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഇരിക്കുന്ന പോലെ. അപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെ ഡീപ്പായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതാ ഈ ഫാമിലി എവിടെ ഗ്രൂപ്പ് ഉണ്ടായാലും ഞാൻ എൻ്റെ ഒരു അല്ല, അത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അതായത് ആ മനസ്സ് കുട്ടിയായിട്ട് കൊണ്ടു നടക്കുന്നവരും അത് ഇങ്ങനെയുള്ള ഒരു ഇന്ററാക്ഷൻസ് കൂടല്ലേ അതിനെ നമ്മൾ എപ്പോഴും ഒരു ഉത്തേജിപ്പിച്ചു. 3 കാര്യങ്ങൾ ചോദിച്ചാൽ 3 കാര്യങ്ങൾ പറയാൻ കിട്ടണ്ടേ? അതെ. അപ്പൊ അവളിപ്പോഴും അതാ നിഷ്കളങ്കതയാണ്. 3ാം ക്ലാസ്സിലെത്തി, ഇപ്പോഴും സാന്റാക്ലോസ്. അപ്പൊ അവൾക്ക് അന്ന് രാത്രി ഞങ്ങൾ അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് വെച്ചു. സാന്റയുടെ ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് ക്രിസ്മസ് ട്രീയുടെ ഇടയിൽ ഗിഫ്റ്റ് വെച്ചു. രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് വന്നിട്ട് ഗിഫ്റ്റ് തുറന്നു നോക്കി. ഇത്തവണ ഗിഫ്റ്റ് കിട്ടി, ഞാൻ ചെയ്ത തെറ്റുകളൊന്നും സാന്റ കൺസിഡർ ചെയ്തിട്ടില്ല, അപ്പൊ എനിക്ക് ഗിഫ്റ്റ് കിട്ടി. അപ്പൊ നല്ല കുട്ടിയായിട്ട് അടുത്ത കൊല്ലം വരുന്ന ഇനിയും ഗിഫ്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ പോകുന്നൊരു. അയ്യോ, വളരെ സന്തോഷം. എല്ലാവർക്കും സന്തോഷമാണ് ഈ അനുഭവം കേൾക്കുന്നത്. അപ്പം നമ്മൾ ഈ നാട് എന്ന് പറയുന്നതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം നാട്ടുകാർ. ഈ പ്രദേശം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പ്രദേശത്തിൻ്റെ ഒരു ചട്ടക്കൂടും അവിടുത്തെ ഒരു ധാർമ്മികമായ നിലപാടുകളും എല്ലാം ഉണ്ടല്ലോ. അതിപ്പം കുഞ്ഞിരാമായണം തൊട്ട് സൂക്ഷ്മദർശിനി വരെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഈ നാട്ടുകാരെ പറ്റി ശരിക്കും ബേസിൻ്റെ അഭിപ്രായം എന്താണ്? നാട്ടുകാര് കുറച്ച് ഹിപ്പോക്രൈറ്റ്സ് ആണ് ബേസിക്കലി. ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും. അതായത് ഇപ്പൊ ഞാൻ സിനിമയിലേക്ക് വരുന്നു, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, സിനിമയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ, എടാ വല്ല ജോലിയും ചെയ്ത് ജീവിക്ക്, നിനക്ക് വേറെ എന്തൊക്കെ ജോലി, നീ പള്ളിയിലച്ഛൻ്റെ മോനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അച്ഛൻ, അതെ, അപ്പോൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ അവിടെ നല്ല ജോലിയുണ്ട്, IT ടെക്നോ പാർക്കിൽ നല്ല ജോലിയുണ്ട്, അപ്പോൾ ആ ജോലിയൊക്കെ ചെയ്ത് ജീവിക്ക്. ഈ പറയുന്ന IT നല്ല ശമ്പളം കിട്ടും. ഈ പറയുന്ന പോലെ പിന്നീട് നല്ല കമ്പനികളിലേക്കൊക്കെ മാറി സ്വിച്ച് ചെയ്ത് കുറച്ച് കൂട്ടുകാരൊക്കെ വിദേശത്തൊക്കെ ഓൺസൈറ്റിനൊക്കെ ആയിട്ട് പോകുന്നു. MBA എടുക്കാൻ വേണ്ടി പോകുന്നു, കുറേ പേര് MTech എടുക്കാൻ പോകുന്നു. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു സൊസൈറ്റൽ പ്രഷർ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നുള്ള പ്രഷറാണ് എപ്പോഴും ചുറ്റുന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കുഞ്ഞിരാമായണം എടുത്ത് കഴിഞ്ഞിട്ട് ഇതേ നാട്ടുകാരായിരിക്കും പൊന്നാടായിട്ട് സ്വീകരിക്കുകയും ചെയ്തത് അതേ സ്ഥലത്ത്. അപ്പോൾ അന്നേ ഞങ്ങൾക്ക് അറിയായിരുന്നു ഇവൻ രക്ഷപ്പെടും എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ആലോചിച്ചു, എടാ ഇങ്ങനല്ലല്ലോ, കുറച്ച് കാലം മുമ്പ് നിങ്ങൾ 2 മാസം എങ്ങാനും കുഞ്ഞിരാമായണം ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ അന്നേ ഞങ്ങൾക്ക് അറിയായിരുന്നു അവൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞേ. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ് ബേസിക്കലി. ഞാൻ കുറച്ചുകൂടെ നമ്മൾ ഇത്തിരി മേലെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ്. അതിനെ നമ്മൾ അതിൻ്റെ സെൻസിലെടുത്താൽ മതി. അതിൻ്റെ ഒരുപാട് സീരിയസ് ആയിട്ട് ആരെയും എടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് കുറച്ച് സർക്കാസമൊക്കെ ആയിട്ടും
കുറച്ച് തമാശയൊക്കെ ആയിട്ട് എല്ലാവരെയും കണ്ടാൽ മതി. ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അതിന് അവരുടെ സീരിയസ് ആയിട്ട് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ഒരു മെലോ ഡ്രാമ നമ്മുടെ ഉള്ളിൽ എപ്പോഴും കൊണ്ടുനടന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജീവിതം എന്ന് പറയുന്നത്. അപ്പം എല്ലാത്തിനും ഇത്തിരി സട്ടിലായിട്ടും ഇത്തിരി വളരെ നോർമലായിട്ട് ഇവരൊക്കെ വരുന്ന ചുറ്റുപാടിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളാണ്. ഇവരാരും മോശക്കാരായതുകൊണ്ടൊന്നുമല്ല. ഇവരെല്ലാവരും കാണുന്നത്, ചുറ്റും കാണുന്നത് ഇതൊക്കെയാണ് കുറേ സക്സസ് മോഡൽസ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം അത് മോഡൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും അവരതിനെ പുഷ് ചെയ്യുന്നതും അവരതല്ലാത്ത വേറെ എന്തെങ്കിലും അതിൻ്റെ പുറത്തേക്ക് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ഒരാൾ ചിന്തിക്കുകയോ അതിൽ നിന്ന് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് പോവുകയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളിലും ഉണ്ട്. ഇതിപ്പോൾ ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാറ്റഗറിയിലും ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും. പക്ഷേ കുറച്ചുകൂടെ ഇതിനൊന്ന് ഈസി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ബേസിൽ അത് വലിയൊരു സന്ദേശമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക്. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണും, ചെറുപ്പക്കാരും കേരളത്തിൽ നിൽക്കുന്നില്ല, പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും പുറത്തു പോവുകയാണ്. കാരണം ജോലി സാധ്യതയൊക്കെ കൂടുതൽ നാട്ടുകാരെ സഹിക്കാൻ മേല. അതുകൊണ്ടാണ് നാട്ടുകാരെല്ലാം നാട് വിട്ട് ചെറുപ്പക്കാരെല്ലാം വീട് വിട്ടു പോകുന്നത് എന്ന് പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ എന്നെ പറഞ്ഞു. അപ്പം ബേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടുകാരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ അതിനെ അതിൻ്റെതായ രീതിയിൽ തള്ളിക്കളഞ്ഞാൽ അത്രയും ഒരു മെൻ്റൽ സ്ട്രെസ് ഇല്ലാതെ നാട്ടിൽ നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാകും എന്നുള്ളത്. ഇപ്പം പക്ഷേ ഗുരുവായൂരമ്പല നടയിൽ ആളെപ്പോലെ ഒരു പ്രഷറിൻ്റെ പേരിൽ ഒരു പ്രണയത്തെ തള്ളിപ്പറയുക, അതൊക്കെ ഒരു സമൂഹത്തിന് നേരെ വെച്ചൊരു കണ്ണാടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ നെക്സ്റ്റ് ചോദ്യം, നാട്ടുകാരെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ബേസിക്കലി എല്ലാ സിനിമയിലും എനിക്ക് എപ്പോഴും തോന്നും 2 ഫ്രെയിം വെച്ചിട്ടുണ്ടെന്ന്. ഒന്ന് ആ കഥാപാത്രത്തിൻ്റെ ആന്തരിക സംഘർഷം അല്ലെങ്കിൽ അതിജീവനം, മറ്റൊന്ന് സമൂഹം ഇങ്ങനെ അവരുടെ നേരി വെച്ചുകൊണ്ടിരിക്കുന്ന പ്രഷർ, നാട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രഷർ പല സിനിമയിലും അത് കാണാൻ കഴിയുന്നുണ്ട്. അതിപ്പം നാട്ടുകാരെ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അംഗീകാരം വാങ്ങിക്കാൻ വേണ്ടി എബി സക്കറിയ പുഴുക്കുന്നതെല്ലാം ബേസിക്കലി എ റിച്ച് മാൻ എന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് റിച്ച് മോനായിട്ട് ആക്സെപ്റ്റൻസ് ആഗ്രഹിക്കുന്ന ഒരാളും. അപ്പം ഈ സമൂഹത്തിന് നേരെ വെച്ച കണ്ണാടി എന്നുള്ളത് അത് മനഃപൂർവ്വമായിട്ട് വെച്ചുകൊണ്ട് പോകുന്നതാണോ, അത് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഫ്രെയിം വെച്ചിരിക്കുകയാണ് ഒരേ കഥാപാത്രം നടക്കുന്നതിനൊപ്പം തന്നെ. എനിക്ക് തോന്നിയിട്ടുള്ളത് ആൾക്കാരുമായിട്ട് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള നായകന്മാർ വരുമ്പോഴാണ് ആൾക്കാർ അവരുടെ കൂടെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സിനിമ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. എൻ്റെ ക്യാരക്ടേഴ്സിന് അങ്ങനത്തെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആഗ്രഹം. ആദ്യം തന്നെ ഭയങ്കര ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള ഒരു നായകനെ വെച്ച് സങ്കല്പിക്കാൻ എനിക്ക് തോന്നാറില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ KGF പോലത്തെ ഒരു സിനിമ ഞാൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വയലൻസ്, ഈ പറയുന്ന പോലെ റോക്കി ബായ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഭയങ്കര വലിയൊരു നായകനെ പ്ലേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ സിനിമയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ. പക്ഷേ എനിക്ക് ഓർഗാനിക്കലി സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ സൂപ്പർ ഹീറോ സിനിമയാണെങ്കിൽ പോലും, മിന്നൽ മുരളി എന്ന് പറയുന്ന സൂപ്പർ ഹീറോ ആണെങ്കിൽ പോലും, മിന്നൽ മുരളി എന്ന് പറയുന്നത് അതിലെ ജെയ്സൺ എന്ന് പറയുന്ന ഒരു തയ്യൽക്കാരനാണ്. അവൻ ഈ പറയുന്ന പോലെ നാട്ടുകാർ മൊത്തം അവനെ ഈ പറയുന്ന എന്താണ് ജെയ്സന്റെ അടുത്ത് എല്ലാവരും പറയും ജെയ്സന് നന്നായിട്ട് ഫാഷനോടെ തയ്ക്കാനൊക്കെ അറിയാം, നല്ല ഫാഷൻ സെൻസ് ഒക്കെ ഉള്ള ആളാണ്. പക്ഷേ ഈ കാലിൻ്റെ ഇവിടം വരെ തയ്ക്കുന്നതൊക്കെ മുക്കാ പാൻറ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ കളിയാക്കുന്നത്. നീ എന്താ മുക്കാ പാൻറ് തയ്ച്ചു വെച്ചിരിക്കുന്നത്, നിനക്ക് മര്യാദയ്ക്ക് ഫുൾ താഴെ വരെയുള്ള ഇത് തയ്ക്കാനും നിനക്ക് അറിഞ്ഞുകൂടെ? ഇപ്പോൾ ലേഡീസിനാണെങ്കിൽ ഇച്ചിരി ഇറക്കിയൊക്കെ ബ്ലൗസൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ അവരും പറയുന്നത് ഇത് ഇങ്ങനെയൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടം വരെ ഉള്ളതൊക്കെ വേണം. ഇപ്പോൾ ജെയ്സന്റെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഒട്ടും മാച്ചാവാത്തൊരു നാടാണ് കുറുക്കമൂല എന്ന് പറയുന്നത്. അപ്പോൾ ജെയ്സൺ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ഈ പറയുന്ന പോലെ വല്ല അമേരിക്കയിലെല്ലാം ഭയങ്കര പരിഷ്കാരികളാണെന്നാണ് ജെയ്സന്റെ ഒരു വിശ്വാസം. അമേരിക്ക എവിടെയാന്ന് പോലും ജെയ്സൺ അറിഞ്ഞുകൂടാ, എങ്ങനെ അമേരിക്കയിൽ എത്തണം എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും ഇവനെ ഭയങ്കരമായിട്ടുള്ള പരമപുച്ഛം. അതുകൊണ്ടാണ് ജെയ്സന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാട്ടിൽ തന്നെ ജെയ്സൺ പറയുന്നത് കുഗ്രാമമേ കണ്ടോളൂ നിൻ കാലത്തിനും മുന്നേ ഇവൻ. കുഗ്രാമമേ എന്നാണ് അവനെ നാട്ടുകാരെ തന്നെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റിങ്ങിലുള്ള ഒരു നായകനാണ് ഇവൻ. ഈ നാടിന്റെ രക്ഷകനായിട്ട് സിനിമ തീരുമ്പോൾ മാറുന്നു ഒരു സൂപ്പർ ഹീറോ ആയിട്ട് കോസ്റ്റ്യൂം ഇട്ടിട്ട് കുറുക്കമൂലേനെ വന്ന് രക്ഷിക്കുന്ന ഒരു നായകനായിട്ട് അവൻ വളരുമ്പോഴാണ് ആ നായകൻ എന്നുള്ള രീതിയിൽ അവൻ ഏറ്റവും വലിയ ഗ്രാഫും ആൾക്കാർ ഇവന്റെ കൂടെ സഞ്ചരിക്കുന്നു. ഇത് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ പറയുന്ന അബിബാസിന്റെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആട്ടും തുപ്പും സഹിച്ച് ജീവിക്കുന്ന ഒരു നായകൻ ഇവൻച്വലി ആ നാടിനെ രക്ഷിക്കുന്ന സൂപ്പർ ഹീറോ ആയിട്ട് മാറുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ. അതിനൊരു വ്യത്യാസം, ആ ഒരു ക്യാരക്ടർ ആർക്ക് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ഗ്രാഫ്, അതാണ് എനിക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഗ്രാഫ്. ഒരു അണ്ടർഡോഗ് നാളെ ഹീറോ ആയി മാറുന്നു എന്ന് പറയുന്നത് വളരെ
അല്ല, അത് സൂപ്പർ ഹീറോ എന്ന് അങ്ങനെ ഒരു മൂവി മലയാളത്തിൽ എടുക്കുന്നത് തന്നെ വളരെ ഒരു ധൈര്യം, ഇറ്റ്സ് എ കറേജിയസ് ആക്റ്റാണ് തോന്നിയിട്ടുള്ളത്. അതിനോട് ചേർത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ഈ നാട്ടുകാർ എന്ന് പറയുമ്പം ഒത്തിരി സ്ത്രീകൾ യുവതികളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ജയഹയിലോട്ട് മാറുകയാണ്. നമ്മളെപ്പോഴും പറയും ഈ നാട്ടുകാരുടെ ഏറ്റവും ശല്യം സഹിക്കുന്നത് പയ്യന്മാരോട് ചോദിക്കും ജോലി കിട്ടിയില്ലേ, കല്യാണം. പക്ഷേ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു 2-3 ഗ്രേഡും കൂടെ കൂടിയ പ്രഷറാണ്. അപ്പം അത് ഈ ജയഹയിലാണെങ്കിലും എല്ലായിടത്തിലും നമ്മൾ കാണുന്നത് ഈ ശാക്തീകരണം എന്ന് പറഞ്ഞ് എല്ലാവരും സ്ത്രീകളുടെ പുറകെ നടക്കുമ്പം ശാക്തീകരിക്കപ്പെട്ട പെൺകുട്ടികൾ അല്ലെ സ്ത്രീകളിലൂടെ എങ്ങനെ ജീവിക്കണമെന്ന് മാത്രം പുരുഷന്മാരെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ഫോർമാറ്റ് പോലും ഇല്ല. പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും, ഇപ്പോഴും അതൊന്നും ആ ഫോർമാറ്റ് നമുക്ക് ആക്സെപ്റ്റഡ് ആയിട്ടില്ല. അപ്പം ജയഹയിൽ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഭർത്താവ് എന്ന് പറയുന്നത് അത് വലിയൊരു ഫെമിനിസ്റ്റ് ക്രിട്ടിക് അല്ലെ ഒരു ഫെമിനിസ്റ്റ് ഫോർമാറ്റിൽ അല്ലാതെ തന്നെ നല്ല ഒരു രാഷ്ട്രീയം, ലിംഗസമത്വത്തിൻ്റെ രാഷ്ട്രീയം അതിൽ കാണുന്നു. ഇപ്പൊ സൂക്ഷ്മദർശിനിയിൽ വരെ പോലും ആ രാഷ്ട്രീയത്തെ എങ്ങനെ കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ നോക്കിക്കണ്ടത്. കാരണം ദുരഭിമാന കൊല എന്ന് പറയുന്നത് ജാതി അധിഷ്ഠിതം മാത്രമല്ല, വ്യക്തി സ്വാതന്ത്ര്യം ആരെപ്പം നടത്തിയാലും അവിടെയെല്ലാം സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ദുരഭിമാനം പുറത്തു വരും. അത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഓണർ കില്ലിംഗ് എന്നുള്ളതിനെ പല ജേർണലിസ്റ്റുകളോടും പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുക. അതിനകത്ത് ഓണറല്ല, അത് ദുരഭിമാനം എന്നുള്ള നമ്മുടെ മലയാള ഭാഷയുടെ ഏറ്റവും നല്ലൊരു യൂസേജ് തന്നെയാണ് ദുരഭിമാനം എന്നുള്ളത്. അപ്പം ഈ സ്ത്രീ സമത്വത്തെ ഇങ്ങനെ കാണിക്കാനായിട്ട് എന്ത് വ്യക്തിപരമായ ഒരു ഉൾക്കാഴ്ചയാണ് ഉള്ളിലുള്ള. അത് ചെറിയ കാര്യമല്ല. അതായത് ആ കോർട്ട് റൂമിലെ സീനുണ്ടല്ലോ, ഉത്തമയായ ഭാര്യയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കേരള സമൂഹത്തിനോട് ചോദിക്കുന്ന ചോദ്യം, അത് അവരോട് ചോദിച്ച ചോദ്യമല്ല, അത് വളരെ പവർഫുള്ളായാണ്. ആ ഉൾക്കാഴ്ചയ്ക്ക് എന്താണ് സ്വന്തം ജീവിതത്തിൽ എന്ത് ഒരു പ്രേരണ ഉണ്ടായിട്ടുള്ളത്? ആദ്യം തന്നെ ഞാൻ അതിൻ്റെ മേക്കേഴ്സിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ജയഹയുടെ ഡയറക്ടർ വിപിൻ ദാസ്, ഇപ്പോൾ സൂക്ഷ്മദർശിനിയുടെ ഡയറക്ടർ റൈറ്റേഴ്സ് അതിന് ജിതിനും ലിബിനും അതുലും പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ. അപ്പോൾ ഇവരാണ് അത് ബേസിക്കലി ആ ഐഡിയ ആയിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. അത് ചൂസ് ചെയ്യാൻ ഞാൻ അതിൻ്റെ ടൂളായിട്ട് മാറുക എന്നുള്ളതാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ. ഈ അടുത്ത് എവിടെയോ ഒരു പോസ്റ്റ് ചെയ്യാൻ വായിച്ചായിരുന്നു, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ട നായകൻ ജയഹയിലാണെങ്കിലും സൂക്ഷ്മദർശിനിയിലാണെങ്കിലും ഒരുപാട് തല്ല് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ റിയൽ ലൈഫ് എന്നുള്ള പ്രേരണ എന്ന് പറയുന്നത് എൻ്റെ വൈഫ് ബേസിക്കലി വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ എലിസബത്ത് എന്നാണ്. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയും ഈ പറയുന്ന എന്തൊക്കെ ഞാൻ എത്ര വലിയ നിലയിലെത്തിയാലും അവളുടെ ജോലി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവളുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക, ഒരിക്കലും എൻ്റെ അടുത്ത് പൈസ ചോദിക്കാതെ, അത് കാരണം അവൾ ഡ്രസ്സ് ഇടുമ്പോഴാണെങ്കിലും അവൾക്ക് പറ്റുന്ന അവളുടെ ബഡ്ജറ്റിൽ പെടുന്ന ബ്രാൻഡുകളൊക്കെ മേടിക്കത്തുള്ളൂ. ഒരുപാട് വലിയ ബഡ്ജറ്റിലുള്ള ഡ്രസ്സുകളൊന്നും എടുക്കാറില്ല. പറയുന്നത് നോർമൽ അവളുടെ ശമ്പളത്തിനനുസരിച്ചിട്ടുള്ള. അപ്പോൾ എൻ്റെ അടുത്ത് പൈസ ചോദിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു മോശം കാര്യമായിട്ട് തന്നെ കാണുന്ന ആളായിട്ട് തന്നെയാണ്. അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കൊണ്ടു നടക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അവൾ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, ഈ പറയുന്ന എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരാൾ. വളരെ വളരെ സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അതെ. അപ്പോൾ ജയഹയിലെ പോലെ എന്നെ ഇടിക്കാറൊന്നുമില്ല, തൊഴിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ തൊഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ പേടി എന്നെ തീർച്ചയായിട്ടും ഇരിക്കട്ടും. അതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി നല്ലവനായി ജീവിക്കുന്നു. അപ്പൊ ഈ ഇങ്ങനെ ഒരു ഭയം, അതായത് ഈ സ്കൂളുകളിലൊക്കെ ഈ പെൺകുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാറുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ വിചാരിക്കും ഈ പെൺകുട്ടികളെ കരാട്ടെ പഠിപ്പിച്ച് കളയുന്ന സമയമുണ്ട്, നല്ല കാര്യമാണ്, പെൺകുട്ടികൾക്ക് കായികമായിട്ടുള്ള ഇതുള്ളത്. ഈ പയ്യന്മാരോട് ഈ ഭയം വേണമെന്ന് പറയുകയും അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഒരു നല്ല മനുഷ്യനാവാൻ, നല്ല പുരുഷനാവണ്ട എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തുകൊണ്ടാണ് ആരും ശ്രമിക്കാത്തതെന്ന് ലോകം എല്ലാം ചോദിക്കാറുണ്ട്. കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ പെൺകുട്ടികളെ ആൺകുട്ടികളെ നിങ്ങൾ തുല്യ അവകാശമുള്ളവരാന്ന് പഠിപ്പിക്കുക, അല്ലാതെ പെൺകുട്ടികളെ മാറ്റി നിർത്തിയിട്ട് കരാട്ടെ പഠിപ്പിക്കുകയല്ല. അപ്പം ജയഹയിലും അതൊരുണ്ട്. ഇപ്പം കരാട്ടെ പഠിക്കാൻ പറ്റാത്ത അല്ലെ കരാട്ടെ പഠിച്ചൊരു ഭർത്താവിനെ കായികമായി തൊഴിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീ എന്ത് ചെയ്യും?
അങ്ങനെ ഒരു ഇതില്ലേ, ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഒരു വെല്ലുവിളി നേരിടുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു പുരുഷനെ, ഇങ്ങനെ എല്ലാ ആധിപത്യവും കാണിക്കുന്ന പുരുഷനെ എന്ത് ചെയ്യും? അത് വലിയൊരു ചോദ്യമല്ലേ അത്? അല്ല, അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകാത്രേ ഉള്ളൂ. കേട്ടല്ലോ എല്ലാരും. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാന്? അതിനുള്ള ധൈര്യം ഉണ്ടാവുക, അതെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ്. അതിന് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരാരാന്ന് വെച്ചാൽ അത് നാട്ടുകാരെന്ത് എഗൈൻ നാട്ടുകാർ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ വരുന്നത്. നാട്ടുകാരെന്ത് വിചാരിക്കും? പറയുന്ന ഭർത്താവിനെ ഇട്ടിട്ട് വീട്ടിലൊന്നിരിക്കുന്ന പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നാളെ നിനക്കൊരു ആലോചന വന്നാൽ ആരെങ്കിലും വരുമോ, താഴെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്, അവളെന്ത് ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരുപാട് സൊസൈറ്റൽ പ്രഷേഴ്സ് ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ടല്ലോ. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇനി കുറച്ചാലും കൂടെ അനുഭവിച്ച് അവിടെ നിൽക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ എല്ലാം ശരിയാവും, അവനെ നീ ഒന്ന് നേരെയാക്ക്, അവനെ നീ നേരെയാക്കുന്ന പറയുന്നത്, അവനെങ്കിലും നീ നേരെയാക്കുന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ ആവശ്യമാണത് അവൻ നന്നാവാന്നുള്ളത് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയാണ് അങ്ങോട്ട് ഉള്ള കമ്മ്യൂണിക്കേഷനൊക്കെ സംഭവിക്കുന്നത്. ഇവൻച്വലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഈ പറയുന്ന ഡിപ്രഷനും അല്ലെങ്കിൽ പിന്നീട് ആളെ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് സംഭവിക്കാറുണ്ട്. സംഭവിച്ച കേസുകൾ കേരളത്തിലാവുന്നുണ്ട്. അപ്പം ഞാൻ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് സ്ഥിരമായിട്ട് ഈ ചോദ്യം എന്നോട് ചോദിക്കും, കേരളം ഇത്രയും പുരോഗമിച്ചും എങ്ങനെയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് വീട്ടുകാർ ആ കുട്ടികൾക്ക് അത് കൊടുത്തില്ല? അപ്പം ഞാൻ എപ്പോഴും തോന്നും ഈ ഒരു ഇമോഷണൽ ഇൻഡിപെൻഡൻസ്, അതായത് ഇപ്പം എലിസബത്തിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയാലും വൈകാരികമായിട്ടൊരു സ്വാതന്ത്ര്യബോധം ഉണ്ടാവണം. ഒരു പുരുഷനില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന്. അത് ജെ ഹേയിൽ അവൾ അവസാനം ഇറങ്ങി പോകുമ്പോൾ അത് ഇക്കണോമിക് സ്വാതന്ത്ര്യ പ്രഖ്യാപനം മാത്രമല്ല, അതിനകത്തൊരു വൈകാരികമായത് കൊണ്ടുണ്ട്. അപ്പം ഞാൻ ഈ സൂക്ഷ്മദർശിനിയിലും കാണിക്കാൻ ശ്രമിക്കുന്നത് ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പല മേഖലകളിലുള്ള നമ്മുടെ കേരളത്തിൻ്റെ സമൂഹം ഏത് നില വരെ വ്യക്തിയെ ഇത്രയും വരെ മതി, അതിനപ്പുറം വേണ്ട. അപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യമാണ്, ജോലി ചെയ്ത് ജീവിച്ചോളൂ, പക്ഷെ കുട്ടികളൊക്കെ നോക്കണം, അമ്മായിപ്പനെയും അമ്മായിമ്മയും നോക്കണം. അങ്ങനെ അമ്മായിപ്പനെയും അമ്മായിമ്മയും പെട്ടെന്ന് തന്നെ അത് ആ പുരുഷന്റെ അച്ഛനും അമ്മയല്ല, ആ കുട്ടിയുടെ ഉത്തരവാദിത്തമായി മാറുന്നത്. ഇങ്ങനെ ഒരു ഫോർമാറ്റിന്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. ഞെട്ടില്ല വട്ടയില ആ ലെവല് വിടാം നമുക്ക്, നമ്മൾ 8ാം ക്ലാസ് വരെ ഇന്ന് മാറി. ഞാൻ ചോദിച്ചത്, ഈ എപ്പോഴെങ്കിലും സ്ത്രീകളുടെ അടുത്ത് നിന്ന് ഒരു എന്താ പറയുക, നീ ഒരു പ്രോഗ്രസീവ് അല്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തട്ട് കിട്ടിയിട്ടുണ്ടോ? തട്ട് ഇല്ല, എനിക്ക് അങ്ങനെ ഇല്ല. എൻ്റെ ഭാര്യ ഇടക്കിടയ്ക്ക് പറയാറുണ്ട്. അത് ഈ പറയുന്ന ഇങ്ങനത്തെ ഈ പറയുന്ന ഇപ്പോൾ കൊച്ചിനെ നോക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അത് ഷെയർ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടുപേരുടെയും കൂടെ കൊച്ചാണ്. അത് വരയിട്ട് പറയണം, രണ്ടുപേരുടെ കൊച്ചാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നല്ല. ശരി, പിന്നെ എന്തിനാ ഇതിനുണ്ടാക്കിയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഈ സിനിമയുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും എനിക്കത് ഞാൻ വീട്ടിലുണ്ടാവാറില്ല, വേറെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ വേറെ ഓപ്ഷനില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഞാനിത് ഫേസ് ചെയ്യപ്പെടാറുണ്ട്, ഇങ്ങനത്തെ ചോദ്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. എല്ലാം ഞാൻ തന്നെ നോക്കേണ്ട ഒരു അവസാനം ഇപ്പൊ എന്റെ മാത്രമായോ എന്ന് പറയുന്നത്. ആ രീതിയിലൊക്കെ ഞാൻ ഇച്ചിരി പ്രോഗ്രസീവ് ആവണം തോന്നിയിട്ടുണ്ട്. ഇനി എങ്ങനെ? അതെ അതെ അതെ, അത് ഇപ്പോഴും എനിക്കത് പറ്റാറില്ല. എന്റെ ജോലിയുടെയും കൂടെ സ്വഭാവം കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് പരമാവധി. അത് വളരെ സന്തോഷം. എല്ലാവർക്കും അതൊരു ശ്രമം എന്നുള്ളത് കഴിയുന്നില്ലെങ്കിലും മനസ്സിലുള്ള ഒരു ഇന്റന്റ് അല്ലെങ്കിൽ ശ്രമം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ആൾക്കാർക്ക് ബേസിലിനോട് ഇടാനായിരിക്കും. ഈ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ്, ഇപ്പം പ്രാവിൻ കൂടോ ഷാപ്പൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഏറ്റവും താല്പര്യമുള്ള ഒരു നായക കഥാപാത്രം എന്തായിരിക്കും മനസ്സിൽ? അത് ഈ വയനാടിൻ്റെ മനോഹരി അല്ലെ, വയനാടിൻ്റെ പ്രത്യേകത എന്തെങ്കിലും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മനസ്സിലേറ്റപ്പോഴും മുറിവാകാം, അല്ലെങ്കിൽ ഒരു വലിയൊരു ആശയാവാം, എന്തുവാവാം, എന്തായിരിക്കാം? അങ്ങനെ ഒരെണ്ണം. അങ്ങനെ ആക്ച്വലി എനിക്ക് അങ്ങനെ ആക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളെ കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടില്ല. ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന നല്ല സബ്ജക്റ്റുകൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വയനാടിനെ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ആക്ച്വലി ഇതുവരെ ഒന്നും അങ്ങനെ ആലോചിക്കുകയോ ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ പ്ലേസ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല.
പക്ഷെ തീർച്ചയായിട്ടും ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇനിയും കുറെ കൂടെ അംബിഷൻസ് ഉണ്ട്, കുറെ കൂടെ ആസ്പിറേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് വയനാടിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇനിയും കുറച്ചുകൂടെ വേറെ ഭാഷയിലുള്ള സിനിമകളും അതിലൊക്കെ വയനാട് റെപ്രസെന്റ് ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര കുറച്ചുകൂടെ കേരള സിനിമയുടെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ ഭൂപടത്തിലും കൂടെ വയനാട് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഒരു ചെറിയ ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഷാരൂഖ് ഖാനെ പറ്റി ഹിന്ദി സിനിമയിൽ പറയുന്നത് ഒരു എന്താ പറയുന്നത്, നല്ലൊരു കാമുകനാണ്. അപ്പം അന്നത്തെ കാലത്ത് ഒരു കാമുകൻ എന്ന് പറഞ്ഞാൽ കരയുന്ന കാമുകൻ, അല്ല നാട്ടുകാരെ ഇടിച്ചിട്ടാൽ മാത്രമല്ല പെണ്ണിനെ കിട്ടുക, കരയുന്ന കാമുകൻ, സ്നേഹമുണ്ടെന്ന് പറയുക, സങ്കടം വരുന്നു എന്ന് പറയുക, അങ്ങനെ. എന്നിട്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ബുക്ക് തന്നെയുണ്ട്, സീക്കിംഗ് ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞ വലിയൊരു ബുക്കുണ്ട്. അതായത് വളരെ ഫേമസ് ആയൊരു ബുക്കാണ്, വേൾഡ് ബാങ്ക്. അത് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഷാരൂഖ് ഖാന്റെ കാലഘട്ടം കഴിഞ്ഞ പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അല്ലെ ആൺകുട്ടികൾക്ക് ഒരു റോൾ മോഡലാക്കാൻ പറ്റിയ പ്രോഗ്രസീവായൊരു കാമുക സങ്കല്പം ഇല്ല. അപ്പം ഇത്രയും നേരം സംസാരിച്ചതിനോട് ബേസിലിന് അത് നല്ലൊരു ഭാവി ഞാൻ കാണുന്നു. നല്ലൊരു പ്രോഗ്രസീവായ കാമുക സങ്കല്പം ആവാൻ അതായത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അല്ല, ഇങ്ങനെയാണ് ഒരു കാമുകനാവേണ്ടത്. വൾണറബിലിറ്റി പറയാനും സ്നേഹിക്കാനും കരയാനും, ഇടികൊണ്ടാലും പോട്ടെ സാരമില്ല എന്ന് വിചാരിക്കുന്ന, അതിനൊരു ഈഗോ ആകാത്ത, എന്ത് പറയുന്നു, തന്നെത്താൻ എങ്ങനെ വിലയിരുത്തുന്നു അതിനെ പറ്റി? ഞാൻ പേഴ്സണലി ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ക്യാരക്ടേഴ്സും അതുപോലത്തെ റോൾസ് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ ആ വൾണറബിലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ഈ പറയുന്ന ഒരു നായികയുടെ നീട്ടി മേടിക്കുക എന്ന് പറയുന്നത് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയിട്ടില്ല. പലരും എൻ്റെ അടുത്ത് അത് ചോദിക്കാറുണ്ട്, അങ്ങനെ എങ്ങനെ ആ റോള് ചെയ്യാൻ തോന്നി, അല്ലെങ്കിൽ. പക്ഷെ എനിക്കത് അവർ ചോദിക്കുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ആക്ച്വലി അത് ആ ക്യാരക്ടർ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അവൻ ഇടി മേടിക്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഫെയർ ആണ് ആക്ച്വലി. അല്ലെങ്കിൽ ഇപ്പൊ കരയുന്ന നായകനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ കരച്ചിൽ പിടിച്ചു നിർത്തി മസിൽ പിടിച്ച് വില്ലന്മാരെ പോയി ഇടിക്കുക എന്നുള്ളത് മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഹീറോയിസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന പൊസിഷനിൽ ചിലപ്പോൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് അത് മാറിക്കൊടുക്കുന്നത് ചിലപ്പോൾ ഈ പറയുന്ന ചിലപ്പോൾ സഹനടന അല്ലെങ്കിൽ നായികയായിരിക്കാം ചിലപ്പോൾ ആ ഹീറോയിസം കാണിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ സിനിമയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വൾണറബിലിറ്റി ഒരിക്കലും എന്താ പറയുക ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ഒരു പൊസിഷനിങ്ങിനെയോ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യരുത്. അത് നമ്മൾ ആ ക്യാരക്ടറിനെ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, നമുക്കത് പേഴ്സണൽ ലൈഫിൽ നമുക്ക് റിലേറ്റബിൾ ആവുന്ന ഒരു പോയിന്റിൽ അതെങ്ങനെയാണ്, ഇങ്ങനെ ഒരു പോയിന്റിൽ ഞാൻ എന്ന വ്യക്തി ഞാൻ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എങ്ങനെ ചെയ്യും, ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ് ഇത്. ഇപ്പോൾ എല്ലാ റോളുകളും ഞാൻ എന്ന വ്യക്തി ചെയ്യുന്നത് പോലെ ചിലപ്പോൾ ക്യാരക്ടർ ചെയ്യണമെന്നില്ല, ചിലപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും കരയണമെന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. പക്ഷെ ഏറ്റവും നമുക്ക് ക്ലോസ് ടു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എന്താണ് ഡയറക്ടർക്ക് വേണ്ടത്, ആസ് ആൻ ആക്ടർ എനിക്ക് ഏതാണ് ലോജിക്കലായിട്ട് തോന്നുന്നത് എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റിൽ നമ്മൾ ചെന്ന് എത്തുവാണ്. അത് വളരെ ലോജിക്കലാണെങ്കിൽ, വളരെ റിയൽ ആണെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു മാറിയ കാലഘട്ടത്തിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം, സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് മറ്റ് ഇന്ത്യയിലെ ഒരു ഭാഷയിലും ഒരു സിനിമയിലും ഒരാൾക്കും പറ്റാത്തൊരു പോയിന്റിലാണ് ഇപ്പൊ മലയാള സിനിമ. അവരെല്ലാരും കണ്ണു തള്ളിയിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കഴിഞ്ഞ വർഷം തന്നെ എത്ര സിനിമകളാണ്, ഒരു സിനിമ പോലും ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഇൻഡസ്ട്രീസ് ഉണ്ട് ഇപ്പോഴും ഇന്ത്യൻ ഇൻഡസ്ട്രി. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ മലയാള സിനിമ ലോക സിനിമയുടെ ഭൂപടത്തിൽ വലിയൊരു മാർക്ക് ഉണ്ടാക്കാൻ പോകുന്ന കാലങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. അടുത്ത ഒരു 5 വർഷത്തിൽ ചിലപ്പോൾ ഒരു കൊറിയൻ സിനിമ പോലെ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി രൂപപ്പെട്ടു വരും. ലോക സിനിമ മൊത്തം ശ്രദ്ധിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മലയാള സിനിമ മാറാനുള്ള ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത 5-10 വർഷത്തിനുള്ളിൽ മറ്റൊരു കൊറിയയിലെ പിള്ളേരൊക്കെ മലയാള സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിലേക്ക് എത്തും, ഉറപ്പായിട്ടും എത്തും. പെൻഡ്രൈവ് ഒക്കെ കൊടുത്തിട്ട്, ഹാർഡ് ഡിസ്ക് ഒക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ടെലിഗ്രാമിലൊക്കെ നോക്കും മലയാള സിനിമ, ന്യൂ മലയാള സിനിമാസ് എന്ന് കൊറിയയിലെ പിള്ളേര് ചെയ്യും. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഈ മാറിയ കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്ലോസ് ടു റിയൽ ലൈഫ്. അതേസമയം നമ്മൾ ഭയങ്കര ജോണർ സിനിമകൾ ചെയ്യുന്നു. ഈ പറയുന്ന ഹൊറർ ചെയ്യുന്നുണ്ട്, സർവൈവൽ ത്രില്ലേഴ്സ് ചെയ്യുന്നു, സൂപ്പർ ഹീറോ സിനിമ ചെയ്യുന്നു, അഡ്വഞ്ചർ ഫാന്റസി സിനിമകൾ ചെയ്യുന്നു. ഇതെല്ലാം ക്ലോസ് ടു റിയൽ ലൈഫിൽ നിന്നുകൊണ്ട് ക്യാരക്ടേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ജോണർ സിനിമകൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മാറിയ മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ക്ലോസ് ടു റിയാലിറ്റി ആയിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഴയ നായക സങ്കല്പങ്ങളൊക്കെ ചിലപ്പോൾ ഉടച്ചു വാർക്കേണ്ട വരുമായിരിക്കാം.
കുറേ കൂടെ റിയൽ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിൻ്റെയും കൂടെ ഒരു മാറ്റമായിരിക്കാം. തീർച്ചയായും ആ കാലഘട്ടത്തിൽ ഇവിടെ റെപ്രസെന്റ് ഇങ്ങനെ ഒരാളായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഓഡിയൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഓപ്പൺ അപ്പ് ചെയ്യുന്നതിന് മുമ്പ് പറയാണ്, ഈ വളരെ ലളിതമായിട്ട് ബേസിൽ പറഞ്ഞു പോയ പല കാര്യങ്ങളും ഉണ്ടല്ലോ. എനിക്ക് കരയാൻ മടിയില്ല, ഇടി വാങ്ങിക്കാൻ ഇതില്ല, അതൊക്കെ വലിയൊരു പൊളിച്ചെഴുത്താണ്. ഒരു അക്കാഡമിക് സെൻസിൽ അതൊക്കെ വളരെ വലിയ പൊളിച്ചെഴുത്താണ്. കേരള സമൂഹം എന്നല്ല, ഇന്ത്യൻ സമൂഹം തന്നെ ആഗ്രഹിക്കുന്ന പൊളിച്ചെഴുത്തുകളാണ് വളരെ ലളിതമായിട്ട് ബേസിൽ പറഞ്ഞു പോയത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇത് മനുഷ്യൻ അല്ലെ ഒരു സമൂഹം കടന്നു പോകേണ്ട ഒരു സ്റ്റേജാണ് എന്ന് ലളിതമായി പറഞ്ഞതിന് വളരെയധികം സന്തോഷം, നന്ദി. നമുക്ക് ബേസിലിനെ ഇനിയും കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹിച്ച് ഓഡിയൻസിൽ ആൾക്കാരുണ്ട്. നമുക്ക് ആദ്യം ഒരു 5 ക്വസ്റ്റ്യൻസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ബേസിലിനൊരു സാവകാശ ശ്വാസം കിട്ടി കഴിഞ്ഞിട്ട് സമയം പോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൈക്ക് എവിടെയാണുള്ളത്? ഓക്കെ, ബേസിലിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ബേസിലിന്റെ പല പടങ്ങളിലും കുറുക്കമ്മൂല എന്ന സ്ഥലത്തെ കുറിച്ച് പറയാറുണ്ട്. ഈ കുറുക്കമ്മൂലയും ബേസിലും തമ്മിലുള്ളൊരു ബന്ധം എന്താണ്? ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, മലയാള സിനിമയ്ക്ക് യുവ സംവിധായകരായിട്ട് വയനാട് ജില്ലയുടെ 3 പേരാണുള്ളത്. ഒന്ന് മിഥുൻ മാനുവല്, ഒന്ന് സ്റ്റെഫി സേവിയർ, ഒന്ന് ബേസിൽ. നിങ്ങൾ 3 പേരും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ 3 പേരും തമ്മിലുള്ള ഒരു പടം നമുക്ക് പ്രതീക്ഷിക്കാവോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താങ്കൾ കഴിവുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ വളരെയേറെ പരിശ്രമിക്കുന്ന വ്യക്തിയാണ്. താങ്കളെ സഹപാഠിയായ ഷുഗേൽ കടവത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മിന്നൽ മുരളീനെ സെക്കൻഡ് ഇവിടെ വരികയാണെങ്കിൽ വയനാട് ജില്ലയിലെ കഴിവുള്ള ആൾക്കാരെ താങ്കളെ പടത്തിൽ ഉൾപ്പെടുത്തുമോ? ഒരു എസ്സേ ആണ്. ആദ്യം തന്നെ കുറുക്കമ്മൂല എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എൻ്റെ അമ്മയുടെ വീട് കുറുക്കമ്മൂലയിലാണ്, മാനന്തവാടിക്ക് അടുത്തുള്ള കുറുക്കമ്മൂല. അപ്പോൾ അങ്ങനെയാണ് കുറുക്കമ്മൂലയായിട്ടുള്ള എൻ്റെ ബന്ധം. അപ്പോൾ നാട് മുതലേ നമ്മൾ വെക്കേഷനൊക്കെ അവിടെ പോവുകയും അവിടെ മറ്റേ മീൻ പിടിക്കുകയും പറയുന്ന കശുമാന്തോപ്പിലൊക്കെ പോയി കളിക്കുകയും, എൻ്റെ തല കശുമാവിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം കുടുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ പോയി തലയിട്ട്, എന്നിട്ട് പിന്നെ ഫയർഫോഴ്സൊക്കെ വന്നിട്ടാണ് ഊരിയെടുത്ത്. അപ്പോൾ കുറച്ചധികം ഹാപ്പണിങ് ആയിരുന്നു എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ പറയുന്ന കുറുക്കമ്മൂലയും അതിന് ചുറ്റുവട്ടത്തുള്ള സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സിനിമയിൽ വരണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കുറുക്കമ്മൂലയ്ക്ക് അടുത്തുള്ള ബൈരക്കുപ്പ എന്ന് പറയുന്ന കർണാടക ബോർഡറിലുള്ള ബൈരക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷനൊക്കെ പോയി കണ്ടതാണ്. അപ്പോൾ ആ സമയത്താണ് വയനാട് ജില്ലയ്ക്ക് രാശിയില്ല, വയനാട്ടിലെ സിനിമ ഷൂട്ട് ചെയ്ത സിനിമ ഫ്ലോപ്പ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അത് പാലക്കാട് പോയിട്ട് ആ സിനിമ ഷൂട്ട് ചെയ്യേണ്ടി വന്നത്. അന്ന് മുതലുള്ള വാശിയാണ്, എന്തെങ്കിലും ഒരു സിനിമ വയനാട്ടിൽ തന്നെ വന്ന് ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും. അങ്ങനെയാണ് മിന്നൽ മുരളിയായിട്ട് 3ാമത്തെ സിനിമയ്ക്ക് കുറുക്കമ്മൂലയിലെത്തിയത്. അന്ന് പിന്നെ എല്ലാവരും 2 സിനിമ വിജയിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആരും എതിർത്തു പറഞ്ഞില്ല. ഈ പറയുന്ന പോലെ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യട്ടെ എന്നും പറഞ്ഞ് അങ്ങനെയാണ് മിന്നൽ മുരളി കുറുക്കമ്മൂലയിലെത്തുന്നത്. അത് വിജയം ആയതുകൊണ്ട് ഇപ്പോൾ ആയതോടെ പിന്നെ ഇപ്പോൾ ആരും ഒന്നും പറയാനില്ല. വയനാട് ഷൂട്ട് ചെയ്ത സിനിമ ഫ്ലോപ്പാവും എന്ന് പറയുമ്പോൾ മിന്നൽ മുരളി ഹിറ്റായല്ലോ എന്ന് പറയും. അപ്പോൾ അവർ പറയുന്നത് പക്ഷെ അത് OTT-ലല്ലേ ഇറങ്ങിയുള്ളൂ എന്ന് പറയും. അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ പറയുന്നത്. ബേസിക്കലി ഇവിടെ വരെ വണ്ടി ഓടിച്ചെത്താനും ഈ പറയുന്ന ലോജിസ്റ്റിക്സും ഈ പറയുന്ന ഫ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ട്രെയിൻ സർവീസ്, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ പെട്ടെന്ന് നാളെ ഇന്നൊരു ആക്ടർ വേണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വയനാട് വരെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണമാണ് അങ്ങനെ ഒരു മിത്ത് അവരുണ്ടാക്കിയെടുത്തത്, വയനാട് സിനിമ ഷൂട്ട് ചെയ്താൽ ഫ്ലോപ്പ് ആവും എന്നുള്ള രീതിയിൽ. പക്ഷേ മിന്നൽ മുരളിയിലെങ്കിലും വയനാട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് കുറുക്കമ്മൂലയായിട്ടുള്ള എൻ്റെ ബന്ധം. അത് പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? 3 പേര് തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ വയനാട്ടുകാർ 3 പേര്. വയനാട്ടുകാർ 3 പേരുമായിട്ടുള്ള ബന്ധം മിഥുൻ ചേട്ടനുമായിട്ട് ചെറുപ്പം മുതലേ ഉള്ള ഒരു ബന്ധമുണ്ട്. ഞാൻ പണ്ട് മിഥുൻ ചേട്ടൻ മലനാട് എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ ന്യൂസ് വായിക്കുമായിരുന്നു. ആ സമയത്ത് ഇതുപോലൊരു മുഖാമുഖം പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ കൽപ്പറ്റ. എൻ്റെ സ്കൂൾ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട് മന്ത്രി വന്നിരിക്കുന്ന ഒരു പരിപാടി. മന്ത്രിയുടെ പരിപാടിയിൽ സ്കൂളിലെ പിള്ളേർക്ക് ചോദ്യം ചോദിക്കാം. അപ്പോൾ മന്ത്രിയുടെ അടുത്ത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഇതുപോലത്തെ ചോദ്യങ്ങൾ മന്ത്രിയുടെ അടുത്ത് ആദ്യമേ ചോദിച്ചു. അത് കഴിഞ്ഞ് മന്ത്രി പോകാൻ വേണ്ടി എണീറ്റപ്പോൾ ഞാൻ എണീറ്റ് നിന്നിട്ട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഞാൻ കേട്. അപ്പോൾ മന്ത്രി ഇതെന്ന് പറ്റി ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു.
മന്ത്രിനെ ഞാൻ വാർത്തയിലൊന്നും കണ്ടിട്ടില്ല, മന്ത്രി അങ്ങനെ വിവാദങ്ങളിലൊന്നും അങ്ങനെ സാധാരണ കണ്ടിട്ടില്ല. വിവാദങ്ങളിൽ പെടാത്തത് മന്ത്രിയുടെ പ്രസ്തീനെ ബാധിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ അത് അന്ന് വൈകുന്നേരം ന്യൂസിലിരുന്ന് വായിച്ചത് മിഥുൻ ചേട്ടനാണ്. വിവാദങ്ങളിൽ പെടാത്തത് മന്ത്രിമാരുടെ പ്രസ്തീതിനെ ബാധിക്കില്ലേ? മുഖാമുഖം പരിപാടിയിലാണ് ഒരു കൊച്ചുമിടുക്കൻ ഇങ്ങനത്തെ ചോദ്യം. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പണ്ടേ ഉള്ളൊരു ബന്ധമുണ്ട്. പിന്നെ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ഞാൻ ഇവനെ പിന്നീട് മിഥുൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, എന്നെ പറ്റിയുള്ള വാർത്ത നിങ്ങൾ പണ്ടേ വായിച്ചതാ മലനാട് ചാനൽ. അങ്ങനെ മിഥുൻ ചേട്ടനുമായിട്ട് അറിയാം. സ്റ്റെഫി ആയിട്ടല്ലാതെ തന്നെ കോസ്റ്റ്യൂമർ കൂടിയാണ് സ്റ്റെഫി. അപ്പോൾ സ്റ്റെഫി മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലൊക്കെ കോസ്റ്റ്യൂമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റെഫി ആയിട്ടും വളരെ നല്ല ബന്ധത്തിലുണ്ട്. അപ്പോൾ ഇവർ മൂന്നുപേരും വയനാട്ടുകാരെന്നുള്ള ഒരു വേറൊരു കണക്ഷനും കൂടെ എപ്പോഴും ഉണ്ട്. നമ്മൾ മൂന്നുപേരും കാണുമ്പോൾ വയനാട് അങ്ങനെ ഒരു കണക്ഷൻ എപ്പോഴും നമ്മൾ തമ്മിലുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു സിനിമ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല, ആക്ച്വലി അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ സംഭവിച്ചേക്കാം, വയനാട്ടുകാരെന്നുള്ളൊരു എക്സ്ട്രാ ബന്ധം കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷെ ഡെഫിനറ്റ്ലി സിനിമയിൽ കുറേ വയനാട്ടുകാർ വരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആക്ടേഴ്സ് എന്നുള്ള രീതിയിലും ഡയറക്ടേഴ്സ് എന്നുള്ള രീതിയിലും അല്ലാതെ ടെക്നീഷ്യൻസ് എന്നുള്ളതൊക്കെ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ നമ്മളൊരു പുതിയൊരു ബെൽറ്റ് വയനാട് ബെൽറ്റ് അങ്ങനെ ഒരു ബെൽറ്റ് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി വേറൊരു സിനിമ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി മിന്നൽ മുരളി 2 ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും വയനാട് അതിൻ്റെ ഷൂട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തുകൊണ്ട് വൈ നോട്ട്, അതിൽ സംശയമൊന്നുമില്ല. നമുക്ക് ഈ സൈഡിൽ നിന്നൊരു ചോദ്യമായാലോ? ഒരു സ്ത്രീ കൂടെ കൊടുക്കാം നമുക്കൊരു ഒരു. ഹലോ നമസ്കാരം ബീസ്ലേട്ടാ. ഇവിടെ അയ്യോ, ഞാനൊരു സ്ത്രീ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പൊതുവെ പുരുഷന്മാരല്ലേ മൈക്ക് എടുക്കുന്നത്, ഒരു സ്ത്രീ കൊടുത്തിട്ട് രണ്ടുപേർക്കും തരാം. 5 ചോദ്യങ്ങളുണ്ട്. പുള്ളി കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ. താങ്ക് യു ബീസ്ലേട്ടാ, ഒരുപാട് സന്തോഷം. ബീസ്ലേട്ടാ, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. നമ്മൾ വയനാട്ടുകാർ ഒരുപാട് പേര് കലാപരമായിട്ട് അവിടെ ഇവിടെങ്ങളായിട്ട് പറ്റിപ്പെട്ട് നടപ്പുണ്ട്. സോ സിനിമയിലേക്ക് എത്തിപ്പെടാനും നമ്മുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു സ്റ്റോറി ബേസ് ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മലയാള സിനിമയിലേക്ക് വരാമെന്ന് ശരിക്കും പറഞ്ഞാൽ വയനാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മുൻപത്തെ കാലങ്ങളനുസരിച്ച് വയനാട്ടിൽ നിന്ന് ഒരു കലാകാരൻ അല്ലെങ്കിൽ സംവിധായകൻ സ്വീഡിലേക്ക് വരുന്നത് ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യത്തിലല്ല. ഇപ്പോൾ ബേസ്ലേറ്റിനെ പോലുള്ള വലിയൊരു ഡയറക്ടർ മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമ ഒരു വേൾഡ് ഇന്റർനാഷണൽ ലെവലിൽ വന്നപ്പോൾ നമ്മളെപ്പോലെയുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാർക്ക് എങ്ങനെ സിനിമയിലേക്ക് എത്തിപ്പെടാനും, ഇപ്പോൾ ബേസ്ലേട്ടൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. സോ ആ പ്രൊഫഷൻ എങ്ങനെ വിടാനുള്ള ധൈര്യം കിട്ടി? ഇപ്പം ഞാനൊരു ഡോക്ടറാണ്, ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ ഒറ്റ കാര്യത്തിൽ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് മെയിനായിട്ട്. സോ മെയിനായിട്ട് ഇനിയിപ്പം ഞാനൊരു സ്ക്രിപ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. സോ ഇതിപ്പോൾ ഞാൻ ആരുടെയും മുന്നിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ഫീൽഡ് വിടണോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫീൽഡുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മെയിനായിട്ട് ഇത് ചേട്ടൻ്റെ ഫീൽഡ് വിട്ടിട്ടാണ് സിനിമ എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് എത്തിയത്. സോ വയനാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ടാലൻറ്റ് ഞാൻ പുറത്തേക്ക് എത്തിക്കേണ്ടത്? പേരെന്തായിരുന്നു? ശ്രീരാഗ്. ഹായ് ശ്രീരാഗ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും പോപ്പുലറായിട്ടൊക്കെ നിൽക്കുന്ന ഇങ്ങനൊരു കാലഘട്ടത്തിൽ നമ്മൾ എവിടെ ഏത് സ്ഥലത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് ഒരു വിഷയമേ അല്ല. ആ ബോർഡേഴ്സൊക്കെ മാഞ്ഞു കഴിഞ്ഞു. ഇനി അതൊരു പ്രശ്നമേ അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വീണ്ടും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുമ്പോൾ ശരിയാണ്, തുടക്കത്തിൽ വയനാട്ടിൽ നിന്നുള്ള ഒരാൾ നമ്മൾ ഷൂട്ടിംഗ് ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ വയനാടിൻ്റെ പുറത്തെത്തിയപ്പോഴാണ് എനിക്ക് ആ എക്സ്പോഷറും അത് കാണാനും ഇതിൻ്റെ ഷൂട്ടിംഗ് എന്താണെന്നൊക്കെ അറിയാനും, അല്ലെങ്കിൽ സിനിമയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ആദ്യമായിട്ടൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ തീർച്ചയായിട്ടും ഞാൻ പഠിക്കാൻ പോയ സ്ഥലത്ത് തിരുവനന്തപുരത്തൊക്കെ വെച്ചിട്ടാണ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ കാണുകയും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നത്. എന്നിരുന്നാൽ പോലും ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ആ ഷോർട്ട് ഫിലിം ഞാനൊരു ഡിജിറ്റൽ വേൾഡിലേക്കാണ് ഇറക്കി വിടുന്നത്, യൂട്യൂബിലേക്കാണ് ഇറക്കി വിടുന്നത്. ഒരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഡിജിറ്റൽ വേൾഡിലാണ്. അവിടെ ഞാൻ വയനാട്ടുകാരനാണോ അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരംകാരനാണോ എറണാകുളംകാരനാണോ എന്നൊന്നല്ല എൻ്റെ റെപ്രസെൻറ്റേഷൻ. ആ ഷോർട്ട് ഫിലിമാണ് എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതാണ് ഈ പറയുന്ന ഞാൻ പല ഡയറക്ടേഴ്സിനും എല്ലാവർക്കും ഫേസ്ബുക്കിലൂടെയും അവിടെ ഇവിടെയൊക്കെ മെസ്സേജ് അയച്ചും അതിൻ്റെ ലിങ്കുകളൊക്കെ എല്ലാവർക്കും അയച്ചിട്ടൊക്കെ അവരത് കാണാൻ സാഹചര്യം ഉണ്ടാവുകയും അവർ കണ്ടിട്ട് എന്നെ ഞാൻ സിനിമയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. വിനീത് ശ്രീനിവാസൻ അത് കണ്ടിട്ടാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ ഒരു കാലഘട്ടത്തിൽ വയനാട്ടുകാരൻ എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതോ ഒരിക്കലും നമ്മളെ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. നമ്മുടെ കയ്യിലുള്ള 10,000 നെല്ലുണ്ടെങ്കിൽ
എല്ലാം ഓക്കെ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് പോവുക. അത് ജോലി ഇപ്പോഴേ രാജിവെക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഇത് സിനിമയാണ്. സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഗാമ്പിളാണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ സംഭവിക്കാം. നമുക്ക് പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ അതല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പല കാരണങ്ങളും ഉണ്ട്, സ്ട്രഗിൾ ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു ജോലി രാജിവെക്കണം എന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. എനിക്കതൊരു ഉറപ്പുണ്ടായ ഒരു പോയിന്റിലാണ് ഞാൻ രാജിവെച്ചത്. ഈ പറയുന്ന കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ നടക്കും എന്ന് തോന്നിയപ്പോഴാണ് ഞാനത് രാജിവെച്ചത്. രാജിവെച്ച് കഴിഞ്ഞപ്പോഴാണ് നടന്നത് തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ ജോലിയും സിനിമയും കൂടെ പാരലായിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കില്ല. ബേസിക്കലി 2 ജോലിയോടും ചെയ്യുന്ന കുറ്റമാണ് ഒരു അതിനോട് ചെയ്യുന്ന അനീതിയാണ്. താങ്ക് യു. അപ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല. ഈ പറയുന്ന പോലെ 2ഇടത്തും കാല് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിടത്ത് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇപ്പം തന്നെ പോയി രാജിവെക്കരുത്. പക്ഷേ 100% അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുക. അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിലൊക്കെ പോയി എങ്ങനെയെങ്കിലൊക്കെ എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഞാൻ പറഞ്ഞില്ലേ, വയനാട്ടുകാരെന്നുള്ളത് ഒരിക്കലും ഒരു ടാഗായിട്ട് കാണുകയേ വേണ്ട. അതൊരിക്കലും നിങ്ങളെ എവിടെയും മാറ്റി നിർത്തുന്ന ഒന്നല്ല. അത് നമ്മളിപ്പോഴും വയനാട്ടുകാരുടെ ഉള്ളിലുള്ള ഒരു കുറവായിട്ട് നമ്മളെപ്പോഴും കാണുന്നതാണ്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മളെവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊന്നും അല്ല നമ്മുടെ. അത് ചിലപ്പോൾ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മുമ്പോട്ട് പോവുക. ആരെങ്കിലുമൊക്കെ പിച്ച് ചെയ്യുക. അത് നടക്കും എന്ന് തോന്നുകയാണെങ്കിൽ ജോലി രാജിവെക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരു ലീവ് എടുക്കുക. എന്നിട്ട് ആ സിനിമ ഹിറ്റായ പൂർണ്ണമായിട്ട് രാജിവെക്കുക. ഞാൻ ഹിറ്റായിലേക്ക് തിരിച്ച് ജോലിക്ക് കയറുക. ബേസിൽ പറയാത്ത രഹസ്യം കൂടെ പറയാം. എന്ത് വന്നാലും ജോലി രാജിവെക്കാത്ത ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉള്ളത് നല്ലതായിരിക്കും. അതെ അതെ അത് യെസ്, എനിക്കത് ഗുണം ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലം എന്നെ പോറ്റ് ചെയ്ത് എൻ്റെ കൂട്ടുകാരാ. നമസ്കാരം. നമസ്കാരം. ഇപ്പം സൂക്ഷ്മദർശിനി മൂവി കണ്ടിരുന്നു. ആ കണ്ടിറങ്ങിയ പാടെ സ്വാഭാവികമായിട്ടും ഒരു 24 അല്ലെങ്കിൽ ഒരു 20-25 വയസ്സിനുള്ള കുട്ടികൾ നന്നായി സിനിമകൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി പോയി കണ്ടു കഴിഞ്ഞ് ഇറങ്ങി ഒരു ഹോമോഫോബിയ പ്ലസ് ഒരു ലെസ്ബിയൻ ലവ് അതിൽ നിങ്ങൾ പോർട്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കണ്ടീഷനും ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ വയനാട്ടിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോൾ മീ ബൈ യുവർ നെയിം അല്ലെങ്കിൽ പോർട്രേറ്റ് ഓഫ് ലേഡി ഓൺ ഫയർ ഇത്തരത്തിലുള്ള ഒരു ഗേ ലവ് സ്റ്റോറി ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് മറ്റ് ഭാഷകൾ ചെയ്യുമ്പോൾ സൂക്ഷ്മദർശിനി ഒരു കേർട്ടൻ സീൻ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്ന ഒരു സാധനം. അതിലൂടെ അവരുടെ പ്രണയം കാണിക്കാൻ പറ്റുന്നുള്ളത് എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ അഭിനേതാവിൻ്റെ കഴിവ് അല്ലെങ്കിൽ അവരുടെ മികവാണ്. പക്ഷെ ഈ സാധനം കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് കൊടുക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഒരു ഹോമോഫോബിക് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി, അതുപോലെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കമ്മ്യൂണിറ്റി, ഇവരെ 2 പേരെയും എന്താ പറയുക ഉപദ്രവിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്കും ഇവർക്കും ഏകദേശം ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ സിനിമ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അത് അങ്ങനെ അവസാനിപ്പിക്കുക, അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജി ആണോ ഉദ്ദേശിച്ചിരുന്നത്? ഞാൻ ഇതിൻ്റെ ഉത്തരം ആക്ച്വലി ഇതിൻ്റെ ഡയറക്ടറാണ് പറയേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നിയത് അവർ അത്രയും സ്പൂൺ ഫീഡ് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ സിനിമയുടെ ഇതൊരു റീസണിങ് മാത്രമാണ്. അവസാനം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ഒരു ഇതിൻ്റെ ഒരു ലെങ്ത്തും സിനിമയുടെ പേസിങ്ങും ആ സമയത്ത് പിന്നെ വീണ്ടും ഇങ്ങനൊരു പൊളിറ്റിക്കൽ സൈഡിലേക്ക് വലിച്ചു നീട്ടുക എന്ന് പറയുന്ന പോലത്തെ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് അന്നേരം ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറയുന്ന പോലെ ഈ മിസ്റ്ററി അൺവീൽ ചെയ്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോഴാണ് ഇതൊക്കെയാണ് ഇവിടത്തിൻ്റെ ബിഹൈൻഡ് ദ സീൻ സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പോയിന്റ് തൊട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു സിനിമയാണ്. ഇപ്പം നിങ്ങൾ റെഫറൻസ് ചെയ്ത കോൾ മീ ബൈ യുവർ നെയിമും അല്ലെങ്കിൽ ലേഡി ഓൺ ദ പോർട്രേറ്റ് ഓഫ് ദ ഫയർ എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ എൻറ്റയർലി ഈ സബ്ജക്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. ടോട്ടലി ഫോർ ദാറ്റ് ഈ പറയുന്നത് ഇപ്പോൾ കാതൽ ദ കോർ എന്നൊക്കെ പറയുന്നതൊക്കെ ഇത് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിനിമകളാണ്. സൂക്ഷ്മദർശിനി ബേസിക്കലി ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ്. ആ സിനിമയിലേക്ക്, ആ ടോപ്പിക്കിലേക്ക് നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാഹചര്യവും അതിൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു എഡിറ്റിൻ്റെ സ്പേസിങ്ങിലും അതിൻ്റെ ഒരു ടെമ്പോയിലൊന്നും അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറൊരു സൈഡ്. ആക്ച്വലി ഒരു കമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ
അപ്പോൾ അത് വേറെ തന്നെ ഒരു സിനിമയായിട്ട് നമ്മൾ കാണേണ്ട ഒരു സിനിമയാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആഡ് ചെയ്യേണ്ടത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, പക്ഷെ ഇപ്പോഴും ജെൻസി കുറച്ച് പേരുടെ ഫീഡ്ബാക്സിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനൊക്കെ കൊല ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. ഇതൊക്കെ ലൈക്ക് അവരുടെ ലൈഫിൽ ഇതൊരു ന്യൂ നോർമലായിട്ട് മാറിയ സാഹചര്യത്തിൽ ഇതൊന്നും കൊല ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇതൊക്കെ ഒരു റീസൺ ആണോ, അങ്ങനെ ഒരു കൊലപാതകം നടത്താനുള്ള റീസൺ ആണോ എന്ന്. അപ്പോൾ അത് കാരണം അത് അത്ര ഇൻറ്റൻസ് ആയിട്ട് തോന്നാത്ത കുറേ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അത് എന്നെ ഓക്കെ, അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ട്. പക്ഷേ ഇത് വേറൊരു ജനറേഷനിൽ ഇതൊക്കെ വലിയ റീസൺ ആണെന്നും ഇതൊരു വലിയ കുറ്റമാണെന്നും അവരതിനെ ചിലപ്പോൾ കൊലപാതകം വരെ അവർ ചെയ്യുമെന്നുള്ള ഇൻറ്റൻസിറ്റിയിൽ അങ്ങനെ ഒരു ഓഡിയൻസിന് അത് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി ആക്ച്വലി. അങ്ങനെയുള്ള കുറച്ച് ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ, ഈ പറയുന്ന കുറച്ചുകൂടെ ജെൻസി ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയതായിട്ട് തോന്നി. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ റിയലൈസ് ചെയ്യുന്നത്. അവർക്കത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് ചിലപ്പോൾ അത്രയും അത് ഇങ്ങനെ ഒരു കൊല ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് അവർക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന ആലോചിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൃത്യമായിട്ട് കിട്ടാത്തൊരു ഓഡിയൻസും ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ കാണിച്ചിരുന്നെങ്കിൽ, ചിലപ്പോൾ കുറച്ചുകൂടെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഇത്തിരിയോടെ ഡീപ്പറായിട്ട് കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ ഉണ്ട്. പക്ഷേ ആസ് ഇറ്റ് ഈസ്, ആസ് എ പ്രേക്ഷകൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആ സിനിമയ്ക്ക് അത്രേ അതിനുള്ള സ്പേസേ ഉള്ളൂ ആക്ച്വലി. അത് ശരിയാണ്, ആ ചോദ്യം നല്ലതാണ്. കേരള സമൂഹം ഇങ്ങനെ പണ്ട് നെഹ്റു പറഞ്ഞ പോലെ 2 യുഗത്തിലാണ് ജീവിക്കുന്നത്. അതായത് ജെൻസിക്ക് ഇതൊരു ന്യൂ നോർമലാണ്, വ്യക്തിസ്വാതന്ത്ര്യം അവരനുഭവിക്കുന്നത് തന്നെ എല്ലാ ഫീൽഡിലും കിട്ടണമെന്നുള്ളതാണ്. ലൈംഗിക എക്സ്പ്രഷൻസിലും ലിംഗസമത്വത്തിലും എല്ലാ തരത്തിലും. പക്ഷെ മറ്റു ആൾക്കാർ ഇതാണ് തീമെന്ന് കണ്ടാൽ കാണാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു സമൂഹമുണ്ട്. ആ രണ്ടിനെയും കൂടെ കൂട്ടിയിണക്കിയായിരിക്കും ഈ ഒരു ഫോർമാറ്റ് എടുത്തതെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നമസ്കാരം ബേസിൽ. നമസ്കാരം. ഇന്ന് താങ്കളെ കാണാനായിട്ട് തന്നെ വന്നതാണ്. ടി വിയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. താങ്കൾ ആ പ്രസരിപ്പിക്കുന്ന എനർജി അത് മുഴുവൻ ഈ സമൂഹത്തെ ഉത്തേജിപ്പിക്കുന്നതാണ്. താങ്ക് യു. ഞാൻ സിനിമയിൽ ഇവിടെ വയനാട്ടിൽ നിന്ന് തന്നെ പൂർണ്ണമായും ചിത്രീകരിച്ച രാജേഷ് ഇളം സംവിധാനം ചെയ്ത നൊണ എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. ഇന്ദ്രൻ സേട്ടനായിരുന്നു അതിനകത്ത് നായകൻ. ഞാൻ അതിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നു. അതെ, തീർച്ചയായും അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇവിടെ എല്ലാവരും സിനിമയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളുണ്ട്, എഴുതുന്ന കഴിവുള്ള ആളുകളുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ ചോദിച്ച വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്, ഞാൻ എങ്ങനെ സിനിമയിലേക്ക് വരും എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം, ജോലി വരെ ത്യജിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മളൊരു പടം പൂർണ്ണമായും വയനാട്ടിൽ നിന്ന് ചെയ്ത് പൂർത്തിയാക്കി റിലീസ് ചെയ്ത ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പം ഞങ്ങളൊരു ചെറിയ സെറ്റപ്പ് ആയതുകൊണ്ട് മാർക്കറ്റിങ്ങിലും കൂടെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും കൂടെ ഞാനത് ഏറ്റെടുക്കേണ്ടി വന്ന് എറണാകുളത്തൊക്കെ വന്ന് നിന്ന് ഈ ഫീൽഡിൽ വന്ന ആളുകളെയും അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസുകളൊക്കെ ബന്ധപ്പെടുമ്പോഴാണ് ഒരു പടം ചിത്രീകരിച്ച് നമ്മൾ പൂർണ്ണമാക്കിയതിന് ശേഷം ഇതൊന്ന് ആളുകളെ കാണിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ചെയ്ത കാര്യം ശരിയാണോ, അല്ലെങ്കിൽ ഈ പടം പോരെ. പക്ഷെ ഈ പടം പിന്നീട് ഷിംല ഫിലിം ഫെസ്റ്റിവലിലേക്കും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരു കുഴപ്പമില്ല, അത് ആളുകൾ ചോദ്യത്തിലേക്ക് വരണേ. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്ന കാര്യം, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഒരു പടം ചെയ്ത് കഴിഞ്ഞ് അത്തരം ഈ തുടക്കത്തിൽ ബേസിലിന് ഇത്തരത്തോളം കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പോൾ കുഞ്ഞിരാമായണമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ആളുകളെ കാണിക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ട് ഉണ്ടോ? പലപ്പോഴും ഫീൽഡിൽ നിൽക്കുന്ന പുറത്ത് നിൽക്കുന്ന പലരും ഇത് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ വിജയിക്കുന്നവരെ മാത്രം കാണുകയും ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം അവസ്ഥ വന്നിട്ടുണ്ടോ? ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് 100% ഉണ്ടാവും. കാരണം അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വേൾഡാണ്. അത് ഇപ്പോൾ കൃത്യമായിട്ടുള്ള തിയേറ്റേഴ്സുമായിട്ടുള്ള കോൺടാക്ട്സ് ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവർക്ക് ഒരു സിനിമ തിയേറ്ററിൽ റൺ ചെയ്യാൻ, ഒരു വലിയ സിനിമ തന്നെ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആ സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം കുറച്ച് ആളുകൾ കയറി അതിൻ്റെ ഒരു വേർഡ് ഓഫ് മൗത്തിന് എത്താനുള്ള സമയം പോലും ഇപ്പോൾ ആക്ച്വലി തിയേറ്റേഴ്സിലില്ല. നാളെ വേറൊരു സിനിമ വരുമ്പോൾ ഈ സിനിമ എടുത്ത് മാറ്റും, അപ്പോഴേക്കും അടുത്ത സിനിമ എടുത്ത് പുതിയ സിനിമ എടുത്ത് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടം കൂടെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തിയേറ്റേഴ്സിൽ നമുക്കൊരു പ്രൈം ടൈം, നല്ലൊരു ഷോ ടൈം ഒരു 7 മണിക്ക്, വൈകിട്ട് 7 മണി, അല്ലെങ്കിൽ പറയുന്ന ജോലിയൊക്കെ കഴിഞ്ഞ ആളുകൾ വന്ന് സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഷോ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു വിസിബിലിറ്റിയും അങ്ങനത്തെ ഒരു ഡിസ്ട്രിബ്യൂഷനൊക്കെ കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് അതിന് ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിലോ അല്ല, അങ്ങനെ അത് തുടർന്നും നമ്മളൊരു
അൺലെസ് നമ്മളൊരു പ്രൂവ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്നവരെ ആ ബുദ്ധിമുട്ട് എന്തായാലും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ വലിയൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ഒക്കെ ആ സിനിമ ബൈ ചെയ്യാനൊക്കെ ആയിട്ട് മുമ്പോട്ട് വരുന്ന സാഹചര്യത്തിലാണ് നമ്മളൊരു മെയിൻ സ്ട്രീം സിനിമയായിട്ട് നമുക്ക് അവിടെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുക. അല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ പോയാലും ഈ ബുദ്ധിമുട്ടുകളുണ്ടാവും. എനിക്ക് കുഞ്ഞിരാമായണത്തിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനും ഈ പറയുന്ന പോലെ ഒരു വഴി വെട്ടി വരാൻ ശ്രമിക്കുന്ന സാഹചര്യമാണ്. വേറെ സപ്പോർട്ടൊന്നുമില്ല. കുഞ്ഞിരാമായണം പ്രൊഡ്യൂസ് ചെയ്തതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതൊക്കെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഹൗസസും പ്രൊഡക്ഷൻ ഹൗസസും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നല്ല റിലീസൊക്കെ കിട്ടി. ഓണം റിലീസുകളുടെ കൂടെ ആയിരുന്നു ഇറങ്ങിയത്. ഒരുപാട് വലിയ ഓണം സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഓണ സിനിമകളിൽ തരക്കേടില്ലാത്ത സിനിമ എന്നുള്ളൊരു പേര് കിട്ടിയതുകൊണ്ട് നമുക്ക് പിന്നീട് കൂടുതൽ ഷോർട്ട് ടൈമുകളും കൂടുതൽ പ്രൈം ടൈം ഷോസൊക്കെ നമുക്ക് കിട്ടിയാണ് നമ്മൾ മെല്ലെ മെല്ലെ ആ 5 സിനിമകളിൽ ഏറ്റവും അണ്ടർഡോഗ് ആയിട്ടുള്ള സിനിമ നമ്മുടെ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഓണത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് മാറിയത് നമ്മുടെ സിനിമയായിരുന്നു. അപ്പോൾ അത് ആ സിനിമയാണ് പിന്നീട് സംസാരിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അങ്ങനെ ഒരു പോയിന്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. നമുക്ക് ഒരു ചോദ്യത്തിനുള്ള സമയം ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെയാണോ? നമസ്കാരം. നമസ്കാരം. ഞാൻ ഷീന ഹരി, ഒരു എഴുത്തുകാരി കൂടിയാണ്. പാട്ടെഴുത്തും കൂടി ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ബേസ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, മുൻകാലങ്ങൾ സിനിമകളിൽ പാട്ടുകൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴ് പാട്ടുകൾ സിനിമകളിൽ പ്രാധാന്യം ഇല്ലാതെ വരുന്നു. അതല്ലെങ്കിൽ വരികളുടെ ഒരു മൂല്യം കുറഞ്ഞു വരുന്നുണ്ട്. അതിന് എന്താണ് കാരണം എന്ന് നോക്കി കണ്ടിട്ടുണ്ടോ? പേഴ്സണലി എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വരികളാണ് ആ സിനിമകളിൽ സംഭവിക്കുക, ആ പാട്ടുകളിൽ സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ ഫോർമാറ്റ് ഓഫ് സിനിമകളിൽ ചിലപ്പോൾ പാട്ടുകൾക്കുള്ള സ്പേസ് കുറവായിരിക്കും. കുറച്ചുകൂടെ ഹോളിവുഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അപ്പീലിലുള്ള ടെംപ്ലേറ്റുകളിലും അങ്ങനത്തെ സ്ക്രീൻ റൈറ്റിങ്ങും അങ്ങനത്തെ ടെക്നിക്കാലിറ്റിയിലേക്കാണ് നമ്മളിപ്പോൾ കഥകൾ പറയുന്നത്. അപ്പോൾ പഴയ പോലെ അടുത്തതായിട്ടൊരു പാട്ട് അല്ലെങ്കിൽ ഇനിയൊരു സോങ്, ഇനി നായകനും നായികയും കൂടെ അങ്ങനത്തെ ഒരു ലൈക്ക് പാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രിപ്റ്റുകൾ എഴുതുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സിനിമ ഒരു അപ്രോച്ചാണ് ബേസിക്കലി പണ്ട് മുതൽ. അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം നമ്മൾ വെസ്റ്റേൺ സിനിമകൾ ഒരുപാട് കാണുകയും നമ്മുടെ പ്രൈമറി ഓഡിയൻസും ഒരുപാട് വെസ്റ്റേൺ സിനിമകൾ കാണുന്ന ഓഡിയൻസും ഇപ്പോൾ ഈ പറയുന്ന OTTയും അത് ഇതൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരുപാട് എക്സ്പോഷർ കിട്ടുന്ന സാഹചര്യത്തിലും ചിലപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പാട്ടുകൾ കുറയുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ്. പാട്ടുകളിലെ വരികളുടെ ക്വാളിറ്റി ഞാൻ പറയുന്നത് വീണ്ടും കാലഘട്ടത്തിൻ്റെ മാറ്റം തന്നെയാണ്. ഒരിക്കലും ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിനെ ക്യാറ്റർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് രസകരമായിട്ടുള്ള കുറച്ചുകൂടെ കുറുക്കിയായിട്ടുള്ള കുറച്ചുകൂടെ ബനാനെ ഒരു പൂ തരാമോ, ബനാനെ ഒരു കായ് തരാമോ എന്നൊക്കെ പറയുന്നതായിരിക്കും ചിലപ്പോൾ ഇപ്പോഴത്തെ ഓഡിയൻസിന് ചിലപ്പോൾ കുറച്ചുകൂടെ രസകരമായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അത് വരികളുടെ ഒരു മൂല്യച്യുതി എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ആ സിനിമയ്ക്ക് വേറൊരു തരത്തിലുള്ള പാട്ട് അല്ലെങ്കിൽ ഒരു വരി ആവശ്യമുണ്ടെന്ന് പറയുന്ന ഒരു ഗാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും. അപ്പോൾ അത് പടത്തിനെയും ആ കഥയുടെയും പശ്ചാത്തലത്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പാട്ടുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ വരികൾക്ക് ഭയങ്കരമായിട്ടുള്ള അങ്ങനെ ഒരു അത് കാലഘട്ടത്തിൻ്റെ മാറ്റമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ബേസിൽ, നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും നല്ലൊരു സംഭാഷണം, അത് മനസ്സിൽ നിന്ന് യാതൊരുവിധ ഫിൽറ്റേഴ്സും ഇടാതെ ബേസിൽ സംസാരിച്ചതിന് ഈ സംഘാടകരുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ വയനാടിൻ്റെ ഒരു വൈബ് മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് ബേസിൽ സഞ്ചരിക്കാനാവട്ടെ. വയനാട് ഒത്തിരി കോൺഫ്ലിക്റ്റുകൾ നിറഞ്ഞൊരു സ്ഥലമാണ്. അതായത് ഹ്യൂമൻ അല്ലെങ്കിൽ നേച്ചർ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ആദിവാസി സമൂഹവും മെയിൻ സ്ട്രീം സൊസൈറ്റിയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്, പലതരം കോൺഫ്ലിക്റ്റുകളുടെ. ഇതിൻ്റെ എല്ലാം ഒരു നോവ് ഒപ്പിയെടുക്കാൻ ബേസിലിനോടൊപ്പം വേറെ ആർക്കും കഴിയില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിയിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ സംഘാടകർക്കൊക്കെ. ഇപ്പോൾ എന്നെ വിനോദേട്ടൻ വിളിച്ചപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് അത്രയും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ
ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഈശ്വര ഞാൻ എന്ത് സംസാരിക്കും. ഞാനും ഈ പറയുന്ന ഡിജിറ്റൽ യുഗത്തിൽ വഴിവഴിച്ചു പോയ ഒരാളാണ്. അപ്പോൾ പണ്ടൊക്കെ ഒരുപാട് വായിക്കുമായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലൈബ്രറിയിലൊക്കെ സ്ഥിരം മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് വീടിൻ്റെ അടുത്തുള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ വന്ന് ബുക്ക് കൊടുത്ത് വായിക്കുന്ന ഏക വ്യക്തി ഞാനായിരുന്നു. അങ്ങനത്തെ നല്ലൊരു വായനാശീലമൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ കോളേജിലേക്ക് എത്തി ഈ പറയുന്ന സോഷ്യൽ മീഡിയയും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ വന്നതിന് ശേഷം വായന എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞ് ഇപ്പോൾ ഒന്നും വായിക്കാത്ത ഒരാളായിട്ട് മാറി. ഷോർട്സ് ആയിട്ട് ഇപ്പം എല്ലാം ഷോർട്ടുകളാണ്. വെറുതെ ഒരു ന്യൂസ് വായിക്കണമെങ്കിൽ പോലും ക്യാപ്സ്യൂൾ പരുവത്തിൽ കണ്ടാലേ അത് ന്യൂസ് വായിക്കാൻ പോലുള്ള തോന്നലുണ്ടാവാറുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് മൂല്യച്യുതി സംഭവിച്ച ഒരു വായന പ്രേമിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഞാൻ എന്ത് സംസാരിക്കും എന്നെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ മടി കാണിച്ചായിരുന്നു. ചേട്ടാ അവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ വലിയ ചിലപ്പോൾ ഒരു എഴുത്തുകാരനെ കണ്ടാൽ എനിക്ക് ചിലപ്പോൾ മനസ്സിലായി പോലും ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ ആകെ വലിയ ആളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഞാനത് ഉള്ളിനെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്നോട് പ്രത്യേകം നന്ദി പറയാം. പുസ്തകത്തെ പറ്റി ഞാനൊന്നും ചോദിച്ചില്ല. താങ്ക്സ്. അപ്പോൾ പക്ഷേ അദ്ദേഹം ഒരു ധൈര്യം തന്നു. കുഴപ്പമൊന്നുമില്ല, ഇത് അങ്ങനത്തെ ഒരു വേദിയല്ല, ധൈര്യമായിട്ട് വന്നോളൂ. ഇതിനും വേണ്ടിയുള്ളൊരു വേദിയും കൂടാണ്. അതിന് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഡീപ്പറായിട്ടുള്ള സാഹിത്യ അനാലിസിസും സംസാരങ്ങളൊക്കെ നടക്കുന്നൊരു വേദിയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസിനും സിനിമയ്ക്കും ഒക്കെ ഉള്ള ഒരു വേദി കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, ധൈര്യമായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ ധൈര്യത്തിന് നന്ദി. ഇവിടെ വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഈ പ്രോത്സാഹനത്തിന് നന്ദി. ഇത്രയും ആൾക്കാർ ഇവിടെ വന്നതിനൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.